others will join. So we completed the second chapter and കുറച്ച് ഡെഫിനിഷൻസ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, സ്മോൾ കമ്പനി, ഗവൺമെൻറ് കമ്പനി, ഗവൺമെൻറ് കമ്പനി നോക്കി വയ്ക്കുക. നമുക്ക് ഒരു സെഷൻ പ്രത്യേകിച്ച് അതിന് വേണ്ടി എടുക്കാം. ടൈപ്സ് ഓഫ് കമ്പനീസ്. So now we come to the last but one chapter. First chapter, Introduction to Company Law. So ഇത് സാധാരണ നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മൾ റിവേഴ്സ് ആയിട്ട് പഠിക്കുന്നു, so that it will be easy for you. And we had left only one more chapter, Accounts and Audit, that we'll cover in the next session. So Introduction to Company Law is a very basic chapter. And ഇപ്പോൾ തൊട്ടുമ്പോഴത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു സിറ്റിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ ഈ ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബേസിക്സ് എല്ലാം ഇപ്പോൾ കവർ ചെയ്തു. മെമ്മറാണ്ടം ആർട്ടിക്കിൾസ്, ഷെയർ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ്, ഓൾ ദ സ്പെക്ട്രം വി ഹാഡ് കവേർഡ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു കമ്പനിയെ ആസ്പദമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് പഠിക്കാനായിട്ട്. പ്രത്യേകിച്ച് കുറേ ഡോക്ടറിൻസ്, അതാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് നോക്കാൻ പോകുന്നത്. And so yes, ഈ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ എന്നാണ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറിൻസ് ആണ്, കുറേ ഡോക്ടറിൻസ് ഉണ്ട്. ഇഫ് ഐ റിമെമ്പർ നമ്പർ ഓഫ് ഡോക്ടറിൻസ് ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ. ആൻഡ് അതിലൊരു ഡോക്ടർ, ഒന്നോ രണ്ടോ ഡോക്ടർ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കും. ബാക്കി കുറേ വീണ്ടും ടൈപ്സ് ഓഫ് കമ്പനിയൊക്കെ പറഞ്ഞു പോകും, കുറേയൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ആൻഡ് ടൈപ്സ് ഓഫ് കമ്പനി നിങ്ങൾ വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ഡെഫിനിഷൻസ്. നമുക്കൊരു ചെറിയൊരു സെഷൻ അതിടാം, സോ ദാറ്റ് അതും കൂടെ ഒന്ന് നമുക്ക് പ്രത്യേകം ഒന്ന് ഡിസ്കസ് ചെയ്യാം, പ്രൈവറ്റ് കമ്പനിയും ഗവൺമെൻറ് കമ്പനിയും. സോ ഫസ്റ്റ് വിൽ കംപ്ലീറ്റ് ദിസ് ചാപ്റ്റർ, സോ ദാറ്റ് വിൽ ബി ലെഫ്റ്റ് വിത്ത് ഓൺലി വൺ മോർ ചാപ്റ്റർ, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, വിച്ച് വിൽ ബി ഹാൻഡിൽ ടുമോറോ മോർണിംഗ്, ദാറ്റ് ഈസ് നെക്സ്റ്റ് സെഷൻ. സോ ദിസ് ചാപ്റ്റർ ഈസ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. only thing is you have to study the doctrines and കുറേ കേസ് ലോസ് ഉണ്ട്, അതും കൂടെ നോക്കി പോകണം. അല്ലാത്ത കണ്ടന്റ് വൈസ് ഇതായിട്ടൊന്നും പ്രശ്നമില്ല. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ സെഷൻസ് തന്നെ നമ്മൾ കമ്പനി എന്താണ്, കമ്പനി ഡെഫിനിഷൻ, കമ്പനിയുടെ മീനിങ്, ഇതെല്ലാം, കമ്പനിയുടെ ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. കമ്പനി ലോയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് 2013 ആക്ടാണ്. ഇതിനു മുമ്പ് തന്നെ പല വർഷങ്ങളിലായിട്ട് പല നിയമങ്ങൾ നമുക്ക് ഉണ്ട്. അതിൽ ഇന്ത്യയിൽ തന്നെ, വേൾഡിൽ തന്നെ ആദ്യമായിട്ട് കമ്പനീസ് ആക്ട് 1844 ഇംഗ്ലണ്ടിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് വന്നത്. അതിനുശേഷം 1850 ഒരു ഫുൾ ഫ്ലെജ്ഡ് കമ്പനീസ് ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കി. അപ്പോൾ വേൾഡിൽ തന്നെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ 1844 വേൾഡിൽ തന്നെ ആദ്യത്തെ കമ്പനീസ് ആക്ട് വരുന്നത്. അതിനെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ആക്ട് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ 1850, 1844 നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ 1850 ഇന്ത്യയിൽ പാസ്സാക്കിയത്. പിന്നെ 1866 പുതിയ ആക്ട് വന്നു, ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1866 വന്നു. അതിനുശേഷം ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1882 വന്നു, അറൗണ്ട് 20 വർഷം ടെൻഡേറ്റീവ്ലി. അതിനുശേഷം പിന്നെ 1913 1913 ഒരു കമ്പനീസ് ആക്ട് വന്നു. അവിടെ നിന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അല്ലേ, അവിടെ നിന്നും അറൗണ്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം കമ്പനീസ് ആക്ട് 1956 വന്നു. നമ്മളൊക്കെ പഠിക്കുമ്പോൾ 56 ആക്ടാണ്. നല്ലൊരു ശതമാനം ഇപ്പോൾ ഉള്ള പ്രൊഫഷണൽസും പഠിച്ചിട്ടുള്ളത് 1956 ആക്ടാണ്. പിന്നെ 2013 നമ്മളൊക്കെ കരിയറിൽ വന്നതിന് ശേഷം ഇടയ്ക്ക് വെച്ച് കൊണ്ടുവന്നൊരു ചേഞ്ചാണ് 1956 ആക്ടിനെ റിപ്പീൽ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ മാറ്റിക്കൊണ്ട് പുതിയ ആക്ട് 2013 ആക്ട് വന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന, നിങ്ങൾ ഉൾപ്പെടെ നമ്മളെ ഈ ജനറേഷൻ പഠിക്കുന്നത് 2013 ആക്ടാണ്. അപ്പോൾ ഇതാണ് കമ്പനി ജൂറിസ്പ്രുഡൻസിൻ്റെ എവല്യൂഷൻ. അപ്പോൾ 1844 മുതൽ തന്നെ കമ്പനി നിയമം വേൾഡിലുണ്ട്. 1850 മുതൽ തന്നെ ഇന്ത്യയിൽ ഇത്തരം നിയമമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതൊന്നും ഈ പുരാണം, ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങളൊന്നും അക്കാഡമിക് കാര്യങ്ങൾക്ക് ആവശ്യമില്ല. റെഫറൻസിന് ജസ്റ്റ് നോക്കാം. പ്രത്യേകിച്ച് ഫസ്റ്റ് ചാപ്റ്റർ ആകുമ്പോൾ അറിയാമല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സിലബസ് മേക്കിങ്ങിൽ കുറേ സ്ക്രാച്ച് ആയിട്ട് ഹിസ്റ്ററിയൊക്കെ എഴുതിയിരിക്കും. ഒരു സ്റ്റുഡൻറ്റിനെ വാമപ്പ് ചെയ്യാൻ വേണ്ടി എഴുതുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 2013 ആക്ട്, നമ്മളിപ്പോൾ പഠിക്കുന്ന ആക്ട് August 30, 2013 നോട്ടിഫൈ ചെയ്തത്. August 30, 2013.
ഇതിപ്പോൾ വലിയ കാര്യമില്ല, കാരണം നമ്മളിപ്പോൾ 2025-26 നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇത് ഇപ്പോൾ അറൗണ്ട് വർഷങ്ങളായി അല്ലേ. യെസ്, അതിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കൊണ്ടുവന്നു, പുതിയ ഒത്തിരി ആശയങ്ങൾ കൊണ്ടുവന്നു. KMB കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഓൺലൈൻ മീറ്റിംഗ്സും ഓൺലൈൻ രജിസ്റ്റർ കീപ്പിംഗ് ബുക്സ് വെക്കാനായിട്ടൊക്കെ പ്രൊവിഷൻസ് കൊണ്ടുവന്നു. ഒരുപാട് ഡിസ്ക്ലോഷേഴ്സ് കൂടി, ഒത്തിരി പുതിയ ഫോംസ് കൊണ്ടുവന്നു. മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനൊക്കെ ഒത്തിരി പ്രൊവിഷൻസ് കൊടുത്തു. അങ്ങനെ എല്ലാ കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ടുവരാനായിട്ട്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് വന്നു. CSR ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ആക്ടിലാണ് വന്നത്. അങ്ങനെ ഒരുപാട് സവിശേഷതയുള്ള ഒരു നിയമമായിരുന്നു 2013 ആക്ട്. അപ്പോൾ ഇതൊക്കെ റിഫോംസ് ബേസ്ഡ് ആണ്, നമുക്ക് അത്രയും വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ, ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ കമ്പനി ജൂറിസ്പ്രുഡൻസിനെ ആസ്പദമാക്കിയിട്ടുള്ള ഡോക്ട്രിൻസ് ഒരു 5 ഡോക്ട്രിൻസ് ഉണ്ട്. അതിൽ 1-2 ഡോക്ട്രിൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. എല്ലാ ഡോക്ട്രിൻസും റിലവൻറ്റ് കേസ് സഹിതം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. കുറച്ചൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതും നമ്മൾ പറഞ്ഞിട്ടുള്ളതും പല ചാപ്റ്ററുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എങ്കിലും എല്ലാം കൂടെ ഒത്തിച്ച് നമ്മൾ നോക്കും. ആദ്യത്തെ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് നമ്മൾ മെമ്മോറാണ്ടം ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്നുകൂടി നമുക്കിവിടെ ഒന്ന് ഓർമ്മ പുതുക്കാം. അൾട്രാ വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് പവർ. ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസും കമ്പനിയുടെ ഡയറക്ടർമാരുടെ ബോറോയിങ് പവേഴ്സും കമ്പനിയുടെ പരിധി നിർണ്ണയിക്കുന്നതായിട്ടുള്ള ലിമിറ്റേഷൻസ് നിർണ്ണയിക്കുന്ന ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൻ്റെ ഓബ്ജക്റ്റ് ക്ലോസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനിയും അതിൻ്റെ ഓബ്ജക്റ്റ് ക്ലോസിൽ പറയാത്ത ഒരു ആക്ടിവിറ്റിയിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല. അത് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് പോലെ ആവും. രണ്ടാമത്തെ പോയിന്റ് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്, അൾട്രാ വൈറസ് ആക്ടിവിറ്റിയിൽ ഇടപെടുന്ന ഒരു കമ്പനികൾക്കും അതിനെ പിന്നെ ശരിവെക്കാൻ പറ്റത്തില്ല, അതായത് റാറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സാധാരണ രീതിയിൽ പ്രൊസീജിയേഴ്സ് വയലേഷൻ വരികയോ എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷന് മുകളിൽ പോയാൽ നമ്മൾ ഷെയർ ഹോൾഡറിൻ്റെ അടുത്ത് EGM കൊണ്ടുപോയി അവരുടെ അപ്രൂവലോടുകൂടി അല്ലെങ്കിൽ അവർ റാറ്റിഫൈ ചെയ്യുന്നതോടുകൂടി ഏതൊരു പ്രൊസീജിയർ ലാക്വിനെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ കുട്ടികളെ അൾട്രാ വൈറസ് ആക്ട് എന്ന് പറയുന്നത് വോയിഡ് അബിനിഷ്യാണ്. ഒരു രീതിയിലുള്ള നിയമസാധുതകളും ഇല്ലാത്ത ഒരു ആക്ടിവിറ്റിയാണ് അൾട്രാ വൈറസ് ആക്ടിവിറ്റി. കാരണം കമ്പനിയുടെ ബേസിക് ഡോക്യുമെൻറ്റിന് ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന് വിരോധമായിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രറി ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അൾട്രാ വൈറസ് ആക്ട് വോയിഡ് അബിനിഷ്യാണ്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് പോലും റാറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ പോയിന്റ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്ത് ചോദിക്കും, എന്നിട്ട് പറയും ഷെയർ ഹോൾഡേഴ്സ് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അയരുത്. കാരണം ഷെയർ ഹോൾഡേഴ്സ് സമ്മതിച്ചാൽ പോലും അൾട്രാ വൈറസ് ആക്ടിന് നിയമസാധുത കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് whatever is ultra virus, the memorandum is void ab initio and it cannot have any legal validity, and even the shareholders is willing to ratify the same, it is not possible, because once it is ultra virus, even the owners of the company or shareholders cannot ratify the same. So that is the very important cardinal principle, one of the principles called doctrine of ultra virus. And now if you critically evaluate this doctrine, see, can be any activity can be ultra virus the Companies Act, ultra virus the memorandum, and ultra virus the articles of association, because you have 3 parent jurisprudence as far as the company is concerned. Companies Act is there, your MOU is there, and AO is there. Ultra virus the Companies Act, absolutely you cannot do anything because it is pakka illegal, 100% illegal. Ultra virus the memorandum of association, yes, again it is illegal, it's void ab initio, you cannot do anything. But if you are only violating the articles of association, okay, and if it is not violative of the Companies Act and not violative of the memorandum, then the shareholders may ratify the same by amending the articles of association. മനസ്സിലായി പറഞ്ഞു, ആർട്ടിക്കിൾസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൾട്ടർ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം. ആർട്ടിക്കിൾസ് മാത്രമേ നിങ്ങൾ ഓവർ റൂൾ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ, അപ്പോൾ അത് ക്ലിയർ ആയിരിക്കണം. So if it is intra-virus the company law, that means it is okay with company law, and intra-virus the memorandum, but ultra-virus only the articles of association, then that ultra-virus can be overruled. So Sanju ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, നമ്മൾ ഫസ്റ്റ് ഡോക്ടറിനെ പഠിപ്പിക്കുന്നേ ഉള്ളൂ.
സോ അൾട്രാ വൈറസ് ഡോക്ടർ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ any activity done beyond the power of the company is called ultra virus. So memorandum association sets the limits of a company. ഒരു കമ്പനിയുടെ statutory limit, borrowing powers, activities, all the rights and liabilities കടിഞ്ഞാലിടുന്ന ഒരു document ആണ് MOA. So if you violate the MOA and do any activity beyond the powers of the MOA, then it is void ab initio. The only critical part here is you are not violating Companies Act and you are not violating memorandum of association, but you are violating articles of association, because procedurally you are doing something wrong. In that case, you can of course go to the shareholders, and shareholders may alter the articles of association and ratify the same, and that is called as intra-virus company law, intra-virus memorandum, but ultra-virus articles. So clear aanu ee paranjathu? Clear answer. So this is very important, because if it is ultra-virus MOA, then you can't ratify, the shareholders cannot ratify, and it is illegal, and it is of course void ab initio. Companies Act ne against running cheyane pattathilla, and you all know that it is as good as it cannot be ratified. So as I told, whenever we idinte agathu chodikkan force ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് shareholders സമ്മതിക്കുന്നു, and the shareholders of the company is ready to ratify an ultra-virus act ennu paranju chodikkumbol you will be confused. So make sure that ultra-virus activity is always ultra-virus. It is, since it is void ab initio, there is no question of ratifying the same by the shareholders. Once an activity is ultra-virus and hit by the doctrine of ultra-virus, even the owners of the company cannot ratify the same, even though if they are willing to do so. So it is clear. പൊതുവെ ഓബ്ജക്ട് ക്ലോസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, കാരണം ബാക്കിയുള്ള നെയിം ഒരിക്കലും തിരിച്ചു പറയത്തില്ല, ക്യാപിറ്റൽ തിരിച്ചു പറയത്തില്ല. പക്ഷേ ഓബ്ജക്ട് ക്ലോസിലാണ് പൊതുവെ നമ്മൾ ഈ അൾട്രാവൈറസ് റൂൾ ആപ്ലിക്കബിൾ ആക്കുന്നത്. അൾട്രാവൈറസിന്റെ ഡോക്ടറിൻ കൂടുതലും അപ്ലൈ ചെയ്യുന്നത് വെൻ വി ടോക്ക് അബൌട്ട് ദ ഓബ്ജക്ട് ക്ലോസ്, ബിക്കോസ് ഓബ്ജക്ട് ക്ലോസ് അറ്റ് ദ ലിമിറ്റ്സ്, എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. ഈ ഓബ്ജക്ട് ക്ലോസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ അതർ, ഒരു ആൻഡ് അതർ എന്നൊരു കാണും, അല്ലെങ്കിൽ ആൻഡ് സച്ച് അതർ ആക്ടിവിറ്റി കാണും. ഇപ്പോൾ ഹോട്ടലിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ടു ഓപ്പറേറ്റ് ഹോട്ടൽസ്, മോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഈറ്റിംഗ് പ്ലേസസ് ആൻഡ് സച്ച് അതർ ആക്ടിവിറ്റി. ഈ സച്ച് അതർ എന്ന് പറയുന്നതാണ് ഏറ്റവും ക്രിട്ടിക്കൽ, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ കമ്പനി ഗോ ബിയോണ്ട് എ ലിംബ് ആൻഡ് ഡു സം ആക്ടിവിറ്റീസ് വിത്ത് ദ ഷെൽട്ടർ ഓഫ് ദ വേർഡ് സച്ച് അതർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മാഗസീൻസ് പ്രിന്റ് ചെയ്യും, റെസ്റ്റോറൻറ്റ്സിന് വേണ്ടി ടൂറിസം ചെയ്യും, അതുപോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, സ്പാ, ഇതൊക്കെ ചെയ്യും. അപ്പോൾ സച്ച് അതറിൻ്റെ അകത്തൊക്കെ അത് വരും. പക്ഷെ അതിൽ നിന്നും വിട്ടുപോകും ചിലപ്പോൾ. ഒരു ഹോട്ടൽസിന് വേണ്ടിയുള്ളൊരു സോഫ്റ്റ്വെയർ ചെയ്യുന്നു വയ്ക്കാം, ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ അവർ പറയുന്നത് ഇതും ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ എന്ന് പറയും. പക്ഷെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് എ നേച്ചർ ഓഫ് എൻ ITS, ഇൻഫോർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസായി മാറും, അല്ലേ? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആവും. അപ്പോൾ അത് നമുക്ക് ഈ കമ്പനിയിൽ പറ്റത്തില്ല. സോ ദിസ് ഈസ് ദ വേ ഹൗ യു ഹാവ് ടു പ്രാക്ടിക്കലി വ്യൂ ദിസ് പ്രൊവിഷൻ. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ എന്ത് ചോദിച്ചാൽ ആൻഡ് അതർ ആൻഡ് സച്ച് അതർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് വേറെ കുറേ ബിസിനസ് ചെയ്യും. ഇപ്പോൾ പറയുന്നത് നല്ലൊരു എക്സാമ്പിളാണ്, ഈവൻ ദോ ഇൻസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഇറ്റ് ഗുഡ് ഇൻ എ സെൻസ് ദാറ്റ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഹോട്ടലിലെ റിസപ്ഷനിൽ യൂസ് ചെയ്യുന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയറും കൂടെ അവർ ഒരു 4 IT പ്രൊഫഷണൽസിന് വെച്ച് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അവർ പറയുന്നത് ഹോട്ടലിന് വേണ്ടിയാണല്ലോ, ബട്ട് ഇറ്റ് is a far reaching objective. I think it will be trouble, because it is a software development. Software development is a different domain. So അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. So these are the things which we call as ultra virus. Even though ഈ മെമ്മറാണ്ടത്തിന്റെ ഓബ്ജക്ട് ക്ലോസ് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ വേറൊരു പ്രിൻസിപ്പിൾ ഓഫ് അല്ലെങ്കിൽ റൂൾ ഓഫ് ഇജസ്ഡം ജനറിസ് എന്നൊരു സംഭവം. അതാണ് ഇജസ്ഡം ജനറിസ്. ജനറൽ വേർഡ്സിന്റെ അവസാനം ഒരു സ്പെസിഫിക് വേർഡ് വരുമ്പോഴോ, അല്ലെങ്കിൽ തിരിച്ച് സ്പെസിഫിക് വേർഡിന്റെ അവസാനം ജനറൽ വേർഡ് വരുമ്പോഴോ, ആ ജനറൽ വേർഡിന് സ്പെസിഫിക് വേർഡിന്റെ ഡൊമൈനിൽ നിന്ന് മാത്രമേ ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു ഇന്റർപ്രിട്ടേഷൻ റൂളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാക്ടിക്കലി ഇത് നമ്മളെ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കും. എനിവേ, വി ഡോണ്ട് വാണ്ട് ടു ഗോ മോർ ഡീറ്റെയിൽ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ചും ആർട്ടിക്കിൾസ് മാത്രമേ വയലേറ്റ് ചെയ്യുന്നുള്ളൂന്നുണ്ടെങ്കിൽ ദെൻ ദിസ് ക്യാൻ ബി ഇൻവാലിഡ് പറയാൻ പറ്റത്തില്ല. വിച്ച് ക്യാൻ ബി ഇറ്റ് ഈസ് വോയിഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ ബൈ altering the articles of association
ratify the Unauthorized Act. And that is intra-virus the law, intra-virus the MOA, but only ultra-virus the articles. Okay, so that is a good idea to ask question. Now students, whenever പലവട്ടം ഈ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, whenever we discuss about ഓരോ ഡോക്ടറിനും ഓരോ കേസസ് ഉണ്ടാവും. നമ്മൾ പലയിടത്ത് സ്ഥലങ്ങളിലും നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൾട്രാ വൈറസ് പറയുമ്പോൾ എല്ലാവരും കോട്ട് ചെയ്യുന്നൊരു കേസാണ്, കോട്ട് ചെയ്യുന്നത് പഠിക്കേണ്ട കേസാണ്. ആഷ്ബറി റെയിൽവേ കാരേജ് ആൻഡ് അയൺ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് റിച്ചി. ഇതുപോലെ ഒരു റെയിൽവേ കോൺട്രാക്ട് കമ്പനിയാണ്. ഈ റെയിൽവേ കോൺട്രാക്ട് കമ്പനിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ ഓബ്ജക്ട് ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂടെ ലാസ്റ്റിൽ ആൻഡ് ജനറൽ കോൺട്രാക്ടേഴ്സ് എന്നൊരു വാക്കുകൂടുണ്ട്. ആൻഡ് ജനറൽ കോൺട്രാക്ടേഴ്സ്. പക്ഷേ ഈ കമ്പനി വേറെ കുറേ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെടുകയും അത് ഈ ജനറൽ കോൺട്രാക്ടർ എന്ന് പറയുന്ന ഇൻ്റർപ്രിട്ടേഷനിൽ വരുമെന്ന് പറഞ്ഞാണ് അവർ ഇൻ്റർപ്രിറ്റ് ചെയ്തത്. പക്ഷെ അതങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞായിരുന്നു ജഡ്ജ്മെൻറ്റ് വന്നത്. മനസ്സിലായത്? അപ്പോൾ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർ ഈ ജനറൽ കോൺട്രാക്ടേഴ്സ്, സച്ച് അതർ മാറ്റേഴ്സ്, അതർ എന്ന് പറയുന്ന വാക്കുകളിൽ നിന്നാണ് വിദൂരമായ ചില ഒബ്ജക്റ്റീവ്സ് ചെയ്യും. അത് കമ്പനിക്ക് അൾട്രാ വൈറസ് ആവുകയും ചെയ്യും. ഈ കേസിലും സംഭവിച്ചത് അതുപോലെയാണ്. ഒരു എക്സിക്യൂട്ടീവ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ, കമ്പനി ലോ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഇത്തരം കേസുകൾ ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചിരിക്കുന്നതല്ലാണ്. സ്റ്റഡി മെറ്റീരിയൽ ഇതിങ്ങനെ വായിക്കാൻ പാടാണെങ്കിൽ ഗൂഗിൾ ചെയ്യുകയോ ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗൂഗിൾ ജെമിനിയൊക്കെ യൂസ് ചെയ്താൽ ഈ കേസിൻ്റെ നല്ലൊരു അനാലിസിസ് കിട്ടും. ഗൂഗിൾ ജെമിനിയിലേക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഗീവ് എ ബ്രീഫ് പോയിന്റ്സ് അബൌട്ട് ഈ കേസിൻ്റെ പേരടിച്ചെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി റിസർച്ച് ചെയ്ത് തരും. അതിൻ്റെ അകത്ത് ഡീപ്പ് റിസർച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് കുറച്ചൊരു അനാലിറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഒരു കമ്പനി ലോ ജൂറിസ്പ്രുഡൻസ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഇത്തരം ഫേമസ് ആയിട്ടുള്ള കേസസ് ലൈഫിൽ ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഒന്ന് വായിച്ചിരിക്കുക. കേസ് എന്ന് വെച്ചാൽ കേസിൻ്റെ പേരല്ല, കേസിൻ്റെ അകത്തുള്ള കണ്ടന്റ്, ഫാക്ട്സ്. നമ്മളിവിടുത്തെ പഠിക്കേണ്ട ആവശ്യത്തിൽ അത് മാത്രം അറിഞ്ഞാൽ മതി. അൾട്രാ വൈറസ് ഈസ് എ കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് കമ്പനി ലോ ജൂറിസ്പ്രുഡൻസ് and the company should not go beyond the object clause of the memorandum of association. To quote the case is, Ashbury Railway Carriage and Company Limited versus Ritchie 1878. So it's a very famous, very famous case law. Okay. So the facts on the general contractor and the vaakayirunnu interpret ചെയ്തത്. So you may please at least read once. അപ്പോൾ ഈ ജനറൽ കോൺട്രാക്ടറിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റി വരത്തില്ല എന്നാണ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അത് അൾട്രാ വൈറസ് എന്ന് പറഞ്ഞാണ് വിധി വന്നത്. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് നോക്കിയേക്കാം കേട്ടോ. അടുത്ത് മറ്റേ പറഞ്ഞ ബ്രിട്ടീഷ് കേസാണ്. ഇപ്പം ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത വലിയൊരു കേസാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ വേഴ്സസ് LIC, ഓൾ ഇന്ത്യ റിപ്പോർട്ട് 1963 സുപ്രീം കോർട്ട് 1185. ഈ കേസിലും ഡോക്ടറിൻ ഓഫ് അൾട്രാ വൈറസ് സംസാരിക്കുന്നുണ്ട്. The directors of the company were authorized to make payments towards charitable benevolent fund. In accordance with the share resolution, the directors paid rupees 2 lakhs to a trust formed for the purpose of promoting technical and business knowledge. The company's business having taken over by LIC, etc. The Supreme Court held that the payment was ultra-vires the company. Directors could not spend the company money on any charitable or general objects. The powers must be exercised with a promote the company's object. കമ്പനിയുടെ ഓബ്ജക്റ്റിൻ്റെ പരിധിയിൽ വരാത്ത ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന് വേണ്ടിയാണ് ഈ 2 ലക്ഷം രൂപ കൊടുത്തതെന്നും ആയതിനാൽ അത് കമ്പനിയുടെ ഓബ്ജക്ട് ക്ലോസിന് വിരോധമാണെന്നും എതിരാണെന്നും കാണിച്ചുകൊണ്ട് അൾട്രാ വൈറസ് പ്രിൻസിപ്പിൾ അപ്ഹെൽഡ് ചെയ്ത ഒരു ഇന്ത്യൻ കേസാണ് ലക്ഷ്മണ മുതലിയാർ വേഴ്സസ് LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഓൾ ഇന്ത്യ റിപ്പോർട്ട് 1963 സുപ്രീം കോടതി 1185. അപ്പോൾ ഇത് നല്ലൊരു കേസാണ്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് കേസും ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത ഒരു കേസും കൂടെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സൗണ്ട്സ് ഗുഡ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പാക്റ്റ് കൂടെ പറയാം. ഈ അൾട്രാ വൈറസിൻ്റെ മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഹോട്ടലിൻ്റെ എക്സാമ്പിളിൽ, ഹോട്ടൽ നടത്തുന്ന കമ്പനി ആൻഡ് അതർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞതിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്വാഭാവികമായിട്ടും അത് അൾട്രാ വൈറസ് ആക്ടിവിറ്റിയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി അത് ഫോർ എക്സാമ്പിൾ SBI നിന്ന് ലോൺ എടുത്തു, ഒരു 1 crore ലോൺ എടുത്തു. ഇൻഫ്രാസ്ട്രക്ചറും കമ്പ്യൂട്ടറും ഒക്കെ മേടിക്കാനായിട്ട് ലോൺ എടുത്തു. ഇത് അൾട്രാ വൈറസ് ആക്ടിവിറ്റിയാണെന്ന് മറന്നു പോകരുത്. അപ്പോൾ അത് അറിയാതെ കൊടുത്തു, സംഭവം നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡിവിഷൻ നഷ്ടത്തിൽ വന്നു.
ഈ ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് അത് തിരിച്ചെടുക്കാനുള്ള പൈസ തിരിച്ചെടുക്കാനുള്ള നടപടികൾ തുടങ്ങും. സോ ഇറ്റ് വിൽ ട്രൈ ടു റിക്കവർ ദ മണി. അത് ഡിസ്പ്യൂട്ട് ആവും. ആൻഡ് ഇഫ് ഇറ്റ് ഗോ ടു ദ കോർട്ട് ഓർ സം റിക്കവറി ട്രിബ്യൂണൽ നിയമപരമായിട്ട് ബാങ്കിന് ഈ പൈസ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം സൗമ്യ, എന്താ കാര്യം? അൾട്രാ വയർസ് വേണ്ട. ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മൾ എക്സാമ്പിളിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, ഒരു ഹോട്ടൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ അധികാര പരിധിയിൽ, അതായത് മെമ്മറാണ്ട പരിധിയിൽ വരാത്തത് കൊണ്ട് തന്നെ ഒരു അൾട്രാ വയർസ് ആക്ട്. സോ എനി മണി അഡ്വാൻസ്ഡ് as a loan to this ultra virus activity will become non-recoverable in the eyes of law. വേറെയിലൊക്കെ മേടിക്കാം, തിരിച്ചു കൊടുത്താൽ മേടിച്ചോ, പക്ഷെ നിയമപരമായിട്ട് സ്യൂ ചെയ്ത് കമ്പനിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനെ റിക്കവർ ചെയ്യാൻ പറ്റൂല. ബിക്കോസ് യു ഹാഡ് ഗിവൺ എ ലോൺ ടു an act which is ipso facto void ab initio. So this is a beautiful aspect of this ultra virus, and you can enable this through a case law called National Provincial Bank versus Introductions Limited. അപ്പോൾ ഈ കേസിൽ പറയുന്നുണ്ട്, the bank will not get legal effect to recover the amount which has been given as loan to a company for doing an ultra virus act. അപ്പോൾ നല്ലൊരു ഏരിയയാണ്. നമ്മൾ 3 കേസ് പറഞ്ഞു. ആഷ്ബറി റെയിൽവേയുടെ കേസ് പറഞ്ഞു, ലക്ഷ്മണസ്വാമി മുതലിയാർ LIC പറഞ്ഞു, അതുപോലെ തന്നെ നാഷണൽ പ്രൊവിൻഷ്യൽ ബാങ്ക് ഇൻട്രൊഡക്ഷൻസ് ലിമിറ്റഡ് പറഞ്ഞു. സോ പ്ലീസ് സപ്പോർട്ട് ദീസ് ടൈപ്പ് ഓഫ് ഡോക്ടറിൻസ് ബൈ കേസ് ലോസ് സോ ദാറ്റ് എനിവേ ഇറ്റ്സ് എ ഷുവർ ഷോട്ട്. ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു ഡോക്ടർ 1-2 ഡോക്ടർ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ സുഖമായിട്ടും ഈ കേസസ് പഠിച്ചെഴുതാം. ഓക്കെ, ആൻഡ് ഐ ഹാവ് വി ഹാഡ് എനഫ് ഡൺ വിത്ത് ദാറ്റ്. കുറച്ച് effect of ultra virus transaction, void ab initio, injunction, personal liability to directors. ഡയറക്ടേഴ്സ് അൾട്രാ വൈറസ് ആക്ടിവിറ്റീസിന് വേണ്ടി കടം മേടിക്കുന്നതും അൾട്രാ വൈറസ് ആക്ടിവിറ്റിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കെല്ലാം അവർ പേഴ്സണലി ലയബിൾ ആവും. ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് ബൈൻഡ് ദ കമ്പനി നോർ ദ ഷെയർ ഹോൾഡേഴ്സ്. സിൻസ് ദിസ് ഇസ് void ab initio, the directors has to pay from their pocket. So അവിടെ മതി. അപ്പോൾ just done to that. Now coming to ഇവിടേക്കൊന്ന് നോക്കി വയ്ക്കുക, ചില കാര്യങ്ങളൊന്ന് നോക്കി വിടുക. സോ വി ആർ ഡൺ വിത്ത് എനഫ് with that doctrine of ultra virus. Now students, we will start the another doctrine, doctrine of indoor management. So in your life 15-20 minutes, be very careful, very attentive. What a short to മനസ്സിലാക്കി കഴിഞ്ഞാൽ തറവും. I think I have a video in my YouTube. It's a very hit video. സമയം ഉണ്ടെങ്കിൽ അതും കൂടെ കേൾക്കുക. ഡോക്ടർ ഓഫ് അൾട്രാ വൈറസിനെ, ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ കുറച്ചുകൂടി ഒരു എഫക്റ്റ് വരും. ഓക്കെ, സോ കുട്ടികളെ, നമ്മൾ ഈ ഇൻഡോർ മാനേജ്മെന്റ് നോക്കുന്നതിന് മുമ്പായിട്ട് അടുത്തൊരു ഡോക്ടർ ഉണ്ട്, അത് നോക്കിയിട്ട് ഇതിലോട്ട് വരാം. എന്നാലേ ഇത് കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ. ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. സോ ഇത് മാർക്ക് ചെയ്യുക, ആവശ്യമുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടും കൂടെ നമുക്ക് ഒരു സമയം പോകും. സോ ദാറ്റ് ഐ വിൽ കീപ് ഓൺ എക്സ്പ്ലെയിനിങ് ആൻഡ് യു ക്യാൻ പ്ലീസ് മാർക്ക് ഇറ്റ്. ഇത് പഠിച്ചിട്ട് മറ്റേ ഡോക്ടറിലോട്ട് വരാം. കമ്പനി ലോ ജൂറിസ്പ്രുഡൻസിലെ അടിസ്ഥാനപരമായിട്ട് ഉള്ള രണ്ടാമത്തെ അല്ലെങ്കിൽ അടുത്ത ഡോക്ടറിനാണ് കുട്ടികളെ ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. എന്താണ് ഈ ഡോക്ടർ പറയുന്നത്? ഒരു കമ്പനിയുടെ മെമ്മറാണ്ടവും ആർട്ടിക്കിൾസുമാണ് ഒരു കമ്പനിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. നമുക്കറിയാം, കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന വ്യക്തികൾ, ബാങ്ക്, ഇതര സ്റ്റേക്ക് ഹോൾഡേഴ്സ് എപ്പോഴും കമ്പനിയുടെ ഇത്തരം ബേസിക് ഡോക്യുമെന്റ്സിന്റെ കണ്ടന്റിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം, അത് റെഫർ ചെയ്യുന്നവരായിരിക്കണം, അത് മനസ്സിലാക്കിയിരിക്കുന്നവരായിരിക്കണം എന്നാണ് നിയമം. അത് മനസ്സിലാക്കാതെ കമ്പനിയുടെ മെമ്മറാണ്ടവും ആർട്ടിക്കിൾസും വായിച്ചു നോക്കാതെ ആ കമ്പനിക്ക് ലോൺ കൊടുക്കുകയോ ഇതര ബിസിനസ് റിലേഷൻഷിപ്പിൽ ഇടപെട്ടതിന് ശേഷം നാളെ ഒരു കാലത്ത് അക്കിളി പറ്റിപ്പോയി, അയ്യോ അൾട്രാ വൈറസ് ആക്ടിവിറ്റിക്കാണല്ലോ ഞാൻ ലോൺ കൊടുത്തത്, ആ ഡയറക്ടർമാർ ഇതിനുള്ള പവർ ഇല്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് ഷെൽട്ടർ ചെയ്യാൻ പറ്റത്തില്ല. സോ this is very important doctrine which protects the company against the outsiders. I repeat, which protects the company against the outsiders. So I will give you now a practical another plot which you will
അണ്ടർസ്റ്റാൻഡ് വെരി ക്വിക്ക്ലി. ഇതിപ്പോൾ കമ്പനിയാണല്ലോ നമ്മൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു കോളേജിൽ അഡ്മിഷന് പോകണം. നമുക്ക് കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ പല കോളേജസും നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ കോളേജിൽ പോയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് മേടിക്കും. എല്ലാവരും ചെയ്യുന്ന കാര്യം അതാ, പ്രോസ്പെക്ടസ് മേടിക്കുന്നു. വീട്ടിൽ ഇരുന്ന് പ്രോസ്പെക്ടസ് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന സ്ഥാപനത്തിൻ്റെ റെക്കഗ്നേഷനെ കുറിച്ചും ആ കോളേജിൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഫീസിനെ കുറിച്ചും ഒക്കെ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണും അല്ലേ, 3 വർഷത്തിനെ കുറിച്ചും. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു. ഒരു പക്ഷേ 4ാമത്തെ മാസം, ചുമ്മാ ഒരു എക്സാമ്പിളാണ്, ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് 2ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഫീസ് അടയ്ക്കാൻ പറയും. അപ്പോൾ സഞ്ജു ആണെന്ന് വയ്ക്കുക ഫോർ എക്സാമ്പിൾ. അപ്പോൾ സഞ്ജു 6 മാസമല്ലേ ഉള്ളൂ, വീണ്ടും ഫീസ് വേണോ, അല്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ ഇത്രയും ക്രിട്ടിക്കലായി? അപ്പോൾ കോളേജ് എന്തോ പറയും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ഫീസ് എപ്പോൾ കൊടുക്കണം, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ഫീസ് എപ്പോൾ കൊടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ എവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി? സഞ്ജു എവിടെ പറഞ്ഞിട്ടുണ്ട്? പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിനാരിയോ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ അവിടുത്തെ ബേസിക് ഡോക്യുമെന്റായ പ്രോസ്പെക്ടസ്, ഇതാണ് നമ്മളെ ഈ പറയുന്ന ഡോക്യുമെന്റിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ ചെയ്യാൻ. ഇതേപോലെയാണ് നമ്മളെ കമ്പനിയിലെ മെമ്മറാണ്ടം ആർട്ടിക്കിൾസ്. ഞാൻ അതിന് വേറൊരു ടോണിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സപ്ലയർമാരും മറ്റുള്ള ഇതര പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്ന ആൾക്കാർ കമ്പനിയുടെ മെമ്മറാണ്ടം അറിഞ്ഞിരിക്കണം. കമ്പനിയുടെ ബേസിക് ഓബ്ജക്ട്സ് എന്തൊക്കെയാണ്, കമ്പനിയുടെ ഡയറക്ടർമാരുടെയൊക്കെ എന്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ പരിധി എന്തൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം കമ്പനിക്ക് ലോൺ കൊടുക്കാനും കമ്പനിയുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഡീലിങ്സ് ചെയ്യാൻ. ഇതൊന്നും മനസ്സിലാക്കാതെ ചെയ്തുകൊണ്ട് നാളൊരു കാലത്ത് അയ്യോ അവർക്ക് പവർ ഇല്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ദിസ് ഈസ് കോൾഡ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. സോ ഐ റിപ്പീറ്റ് അഗെയിൻ, എനി person who deals with a company is supposed to know that constructive know the contents of the memorandum of association of the company, to know its limits and powers and etc. So that is why the doctrine, we call that this doctrine protects the company against the outsiders. It's clear? Yes. അപ്പോൾ ഇത് വീണ്ടും മെമ്മറാണ്ടത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടോ? ഇതാണ്ടോ, ഔട്ട്സൈഡേഴ്സ് ഡീലിംഗ് വിത്ത് ഇൻകോർപ്പറേറ്റഡ് ബോഡീസ് ആർ ബൗണ്ട് ടു ടേക്ക് ദ നോട്ടീസ് ഓഫ് ദ ലിമിറ്റ്സ് പാസ്ഡ് ബൈ ദ കോർപ്പറേഷൻ ഇൻ ദ മെമ്മറാണ്ടം അസോസിയേഷൻ. നെവർത്തിലെസ് ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു അസ്യൂം ദാറ്റ് ദ ഡയറക്ടേഴ്സ് ആർ പേഴ്സണൽ അതോറിറ്റി. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു അതോറിറ്റി, MD-യുടെ പവർ എത്രയാണ്, ഡയറക്ടർമാർക്ക് എത്ര പവർ ഉണ്ട്, എത്ര വരെ ലോൺ എടുക്കാം, എത്ര വരെ, അല്ലെങ്കിൽ ആരാണ് അഗ്രിമെന്റ് ഒപ്പിടുന്നത്, കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് ആരാണ്, ഇങ്ങനെ വാട്ട് എവർ മേ ബി. Anyway, you cannot expect to nitty-gritty details in the MOA, but at the same time you can see the limits and the boundaries of the people who deal in a company. So this is a very, very important doctrine. So understanding this doctrine, to make it more elaborate and clear, you should understand the next doctrine called as doctrine of indoor management. So now I will give you the same college prospectus example. See, the same example. ആ കോളേജ് പ്രോസ്പെക്ടസിൽ സ്റ്റാർ ഇട്ട് പറയുന്നുണ്ട്, ദിസ് കോളേജ് ഹാസ് ദ അപ്രൂവൽ ഓഫ് യൂണിവേഴ്സിറ്റി ഓർ AICTE അപ്രൂവൽ ഉണ്ട് എന്ന് പറയുന്നു. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് സഞ്ജു അവിടെ പലയിടത്തും ഒരു ചർച്ച നടക്കുന്നത്, ഈ കോളേജിന് അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്നൊരു പിടിയില്ലല്ലോ, അപ്രൂവൽ ഉണ്ടോ പിടിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ സഞ്ജു ഉടനെ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കും, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇതിനുള്ള അപ്രൂവൽ ഉണ്ട്, അത് AICTE അപ്രൂവൽ ഉണ്ടെന്ന് അവർ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഞ്ജു ഇത്രയും അറിഞ്ഞാൽ മതി, കൺസ്ട്രക്റ്റീവ് നോട്ടീസ് മതി. ആ അപ്രൂവൽ ആക്ച്വലി ഉണ്ടോ, ഏത് വർഷം അപ്രൂവൽ എടുത്തതാണ്, അത് റിന്യൂ ചെയ്തിട്ടുണ്ടോ, അത് എന്തെടുത്തു, അതിന്റെ കോപ്പി എവിടെ, ഇത്തരം അടക്കള രഹസ്യങ്ങളെക്കുറിച്ചും ഇൻഡോർ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സഞ്ജു ഹസൻ ഔട്ട്സൈഡ് അറിയേണ്ട ആവശ്യമില്ല. അതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. സോ നിങ്ങൾ മെമ്മറാണ്ടത്തിന്റെയും ഇതുപോലത്തെ ഡോക്യുമെന്റിന്റെയും കണ്ടന്റ് അറിയണം.
കൺസ്ട്രക്റ്റീവായിട്ട് നോട്ടീസ് വേണമെന്നല്ലേ പറയുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്തുള്ള പ്രൊസീജറൽ ആസ്പെക്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ doctrine of indoor management protects the outsiders against the company. മനസ്സിലായോ? അപ്പൊ കമ്പനിയെ സംബന്ധിച്ചോളം കമ്പനിയുടെ കോണ്ടെക്സ്റ്റിൽ ഉദാഹരണം പറയാം. 2 കോടിക്ക് മുകളിൽ ലോൺ എടുക്കണമെങ്കിൽ അവിടെ ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ വേണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബാങ്ക് ലോൺ കൊടുക്കുന്നു, 2.5 കോടിയുടെ ലോണാണ്. അപ്പോൾ നമുക്ക് മെമ്മറാണ്ടം വായിച്ചു നോക്കി അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വായിച്ചു നോക്കി, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 2 കോടിക്ക് മുകളിൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ബാങ്കിന് അത് ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ബാങ്ക് ചോദിക്കും, നിങ്ങൾ ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടോ? അപ്പോൾ കമ്പനി മറുപടി തരുന്നു, യെസ് വി ഹാഡ് പാസ് ദ നെസസറി റെസൊല്യൂഷൻ. അത് മതി. അല്ലാതെ എന്ന് റെസൊല്യൂഷൻ പാസ് ചെയ്തു, ഏത് മീറ്റിംഗിൽ പാസ് ചെയ്തു, അന്ന് ആരൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു, അതിനുള്ള പെർസെൻറ്റേജ് പാസ്സായോ ഇല്ലേ എന്നുള്ള അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ട ആവശ്യം ഔട്ട്സൈഡറിന് ഇല്ല. സോ ഐ റിപ്പീറ്റ് അഗെയിൻ, an outsider has the legal fiction only to know the constructive notice of these documents, and they are not supposed to know the indoor management and the procedural aspects complied or not as far as an outsider is concerned, because outsider കമ്പനി അകത്ത് നടക്കുന്ന പ്രൊസീജറിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അറിയേണ്ട ബാധ്യത ആർക്കില്ല ഔട്ട്സൈഡേഴ്സിനില്ല. അതുകൊണ്ടാണ് കുഞ്ഞുകാടുകളെ ഞാൻ പറയുന്നത്, doctrine of constructive notice protects the company against the outsiders, and doctrine of indoor management protects the outsiders against the company. Clear ആയോ? So this is a very 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 important basic doctrines എല്ലാവരും നല്ലതിൽ മനസ്സിലാക്കി. ഇൻഡോർ മാനേജ്മെന്റ്. ഇനി കേസ് ലോ ഇൻഡോർ മാനേജ്മെന്റിൽ പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കേസാണ് ടർക്വന്റ് എന്നാണ് കേസിന്റെ പേര്. എന്താണ്? റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് ടർക്വന്റ്. ഇത് ഇന്ന് തന്നെ ഒന്ന് പഠിക്കാൻ പറ്റിയ പഠിക്കുക കേട്ടോ. സോ ദാറ്റ് ഡോക്ടറിൻസ് ആയതുകൊണ്ട് പ്ലീസ് ഇത് കേൾക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ അങ്ങ് പഠിച്ചു തീർക്കുക, അല്ലെങ്കിൽ നാളെ രാവിലെ. സോ ദാറ്റ് വിൽ ബി രജിസ്റ്റേർഡ് ഇൻ യുവർ മൈൻഡ്. കുട്ടികളെ, റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് ടർക്വന്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് കേസിലാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ ഡോക്ടർ. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടറിനെ ടർക്വന്റ് റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് കയറി ടർക്വന്റ് റൂൾ അഥവാ ചോദിച്ചാൽ അയ്യോ ഇതെവിടെ കിടക്കുന്നു, പഠിച്ചില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ടർക്വന്റ് റൂൾ എന്താണ്? ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിനെയാണ് കുട്ടികളെ ടർക്വന്റ് റൂൾ എന്ന് പറയുന്നത് കേട്ടോ, മാറിപ്പോലെ കേട്ടോ. അപ്പോൾ ടർക്വന്റ് റൂൾ എന്ന് വിളിക്കാൻ കാര്യം റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് ടർക്വന്റ് കേസിലാണ് ഇത് കൂടുതലും ചർച്ച ചെയ്ത്. അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഔട്ട്സൈഡേഴ്സ് ആർ ബൗണ്ട് ടു നോ ദ എക്സ്റ്റേണൽ പൊസിഷൻ ഓഫ് ദ കമ്പനി ബട്ട് ആർ നോട്ട് ബൗണ്ട് ടു നോ ദിസ് ഇൻഡോർ മാനേജ്മെന്റ്. റെസൊല്യൂഷനൊക്കെ പാസ്സായിട്ടുണ്ട്. അത് മതി. എപ്പോൾ പാസ്സായി, എന്ന് പാസ്സായി, എത്ര പേര് മീറ്റിംഗ് ഉണ്ടായിരുന്നു, എത്ര പേര് പോസിറ്റീവായിട്ട് വോട്ട് ചെയ്തു, എഗൻസ്റ്റ് വോട്ട്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. So you are supposed to know only the constructive notice of the contents of the external affairs of the company, but not on to the internal indoor management. മലയാളത്തിൽ പറഞ്ഞ അടക്കള രഹസ്യങ്ങൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ അവർ നോക്കി. I hope it is clear. So this is very very important. Now അപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഈ ഇൻഡോർ മാനേജ്മെന്റ് ആയാലും കൊള്ളാം, ഈ കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആയാലും കൊള്ളാം, ഇതിലെല്ലാം പ്രൊട്ടക്ഷൻ മേടിക്കുന്നത് ബേസിക്കലി നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഈ ഫോർജറി എന്ന് പറയുന്നതിന് നിയമപരമായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. വ്യാജമായിട്ടുള്ള മെമ്മറാണ്ടം പ്രിന്റ് ചെയ്ത് തരിക, നിങ്ങൾ റെസൊല്യൂഷൻ കോപ്പി ചോദിച്ചപ്പം വ്യാജമായിട്ടുള്ള കോപ്പി തരിക. അപ്പോൾ ഫോർജറി വിൽ നോട്ട് ബി പ്രൊട്ടക്റ്റഡ് അണ്ടർ എനി ഡോക്ടർ. അറിയാലോ, ഫോർജറി ഇസ് എ null and void case, so you can't say that this doctrine, that doctrine and all. So fundamentally you should understand forgery is a exemption, because forgery transaction ഈ പറഞ്ഞ ഒരു ഡോക്ടറിന് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല എന്നുള്ളത് അത് it's a common knowledge. Okay, now why I am saying is, see, this is very important. പൊതുവെ കുട്ടികൾ ഇൻഡോർ മാനേജ്മെന്റ് ഒക്കെ നല്ല മനസ്സിലായി പഠിക്കും ഒക്കെ ചെയ്യുമെങ്കിലും എപ്പോൾ ഇൻഡോർ മാനേജ്മെന്റ് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം മറക്കരുത്. ഒന്ന്, കോളേജിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ
സഞ്ജുവിന് അറിയാമായിരുന്നു, എവിടെന്നോ കേട്ടു, പത്രത്തിലോ മാഗസീനിലോ എവിടെ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട്. എന്താണ് സഞ്ജു, ഈ കോളേജിന് ഈ അപ്രൂവൽ ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം, ഞാൻ വെളിയിൽ നിന്ന് വായിച്ചു. എങ്കിൽ ക്യാൻ യു ഷെൽട്ടർ ഓൺ ദിസ് ഡോക്ടറിൻ സഞ്ജു? ക്യാൻ യു ടേക്ക് ഷെൽട്ടർ ഓഫ് ദിസ് ഡോക്ടറിൻ? കണക്ഷൻ പോയി കേട്ടോ. എങ്കിൽ നിങ്ങൾക്ക് സൗമ്യക്ക് പറഞ്ഞ മനസ്സിലായില്ലേ അല്ലേ? ആ ഇറഗുലാരിറ്റിയെ കുറിച്ച് നമുക്ക് അറിയാമായിരുന്നു. അവിടെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടില്ല. അവിടെ ആക്ച്വലി അങ്ങനെ റെസൊല്യൂഷൻ നടന്നില്ല. അന്ന് തർക്കമൊക്കെ നടന്ന് അടിബഹളമായിട്ട് പോയതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ഇറഗുലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിവുണ്ട്. അത് അറിഞ്ഞുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, ഇൻഡോർ മാനേജ്മെന്റ് ഞാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യം. സോ ഇഫ് യു നോ അബൌട്ട് ദ ഇറഗുലാരിറ്റി ദെൻ യു കനോട്ട് ടേക്ക് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ. ഇത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വേർ ദ ഔട്ട്സൈഡർ ഹാഡ് ദ നോളജ് ഓഫ് ഇറഗുലാരിറ്റി. ക്ലിയർ ആണോ? സൗമ്യക്ക് മനസ്സിലായോ? So that is very important. ആദ്യത്തെ ഓക്കെ. അടുത്ത് നോ നോളജ് ഓഫ് മെമ്മറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ. മെമ്മറാണ്ടം ആർട്ടിക്കിൾസ് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ആ കമ്പനിയുടെ ഒരു കോപ്പി പോലും മേടിച്ച് ഫയൽ വെച്ചിട്ടില്ല ആ കമ്പനിയിൽ നിന്ന്. പോയി ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലേ, ഇത് നോക്കാതെ ചുമ്മാ ചാടിക്കറി ബിസിനസ് പിടിക്കാനായിട്ട് ലോൺ കൊടുക്കും. പ്രൈവറ്റ് ബാങ്ക്സ് കൊടുക്കും, ചുമ്മാ ചാടിക്കറി ലോൺ കൊടുക്കും. അതൊന്നും പാടില്ല. സി ഇഫ് യു ഹാവ് നോ നോളജ് ഓഫ് MOA ആൻഡ് ആർട്ടിക്കിൾസ് then you are failing the duty. So you are supposed to collect that memorandum articles, you are supposed to read that, you had a constructive notice, but still ഇന്റർണൽ കാര്യങ്ങൾ നോക്കണ്ട എന്നാണ് ഈ ഡോക്ടർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവില്ലാതെ എന്താണ് നിങ്ങൾ ഇത് ഈ ഡോക്ടറിനുണ്ടല്ലോ പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന സംഭവമല്ല. സോ ദിസ് ഡോക്ടർ വിൽ നോട്ട് പ്രൊട്ടക്ട് ഔട്ട്സൈഡേഴ്സ് ഹു ഹാഡ് ഇൻഡീഡ് നോ നോളജ് ഓഫ് ദ MOA and articles of associations. Very important point. So now we are studying when doctrine of indoor management will not protect you, the outsiders, otherwise exemption to the doctrine of indoor management. Forgery, I told you, because forgery is ipso facto wrong thing, so you can't say about no doctrine will protect you. Negligence, again, negligence activities നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. ഇങ്ങനെ ഒരു 4-5 പോയിന്റ് നോക്കി വെച്ചേക്കാം, ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മേ ആസ്ക്. സോ മതി. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് നോക്കി വെക്കുക. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ആ പഞ്ച് ലൈൻ ഒന്ന് എഴുതി വെച്ചേക്കണം. അത് എഴുതിയോ? എന്താണ് ആ ഡോക്ടറിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിന് അവിടെ എഴുതി വെക്കുക എന്താണ്? പ്രൊട്ടക്ട്സ് ദ കമ്പനി അഗൈൻസ്റ്റ് ദ ഔട്ട്സൈഡേഴ്സ്. ഒന്ന് എഴുതിക്കോളേ. ഡോക്ടറിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിൽ പ്രൊട്ടക്ട്സ് ദ കമ്പനി അഗൈൻസ്റ്റ് ദ ഔട്ട്സൈഡേഴ്സ്. ഇൻഡോർ മാനേജ്മെന്റിലെ എങ്ങനെയാണ്? ആദ്യത്തെ ഇൻഡോർ മാനേജ്മെന്റ് എന്ത് എഴുതും? എങ്ങനെ എഴുതാം ഇൻഡോർ മാനേജ്മെന്റിലെ? പ്രൊട്ടക്ട് ഔട്ട്സൈഡേഴ്സ് അഗൈൻസ്റ്റ് ദ കമ്പനി. കമ്പനി. ഒന്ന് എഴുതി വെച്ചോ, പരീക്ഷയ്ക്ക് നമുക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. So very important doctrines. അടുത്തത് ഡോക്ടറിൻ ഓഫ് ആൾട്ടർ ഈഗോ. ഡോക്ടറിൻ ഓഫ് ആൾട്ടർ ഈഗോ ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് നമുക്ക് അടുത്തൊരു ഡോക്ടറിനുണ്ട്, അത് ഡിസ്കസ് ചെയ്തിട്ട് വരാം. എന്നാലേ ഇത് കുറച്ചുകൂടി മനസ്സിലാവത്തുള്ളൂ. ഓക്കെ. ഡോക്ടറിൻ ഓഫ് ലിഫ്റ്റിംഗ് or piercing the corporate veil. Very important doctrine. കുട്ടികളെ, നമ്മൾ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ കമ്പനി, ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കമ്പനി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി, സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി.
കമ്പനിയും കമ്പനിയുടെ മെമ്പേഴ്സും രണ്ടാണ്. കമ്പനി വേറെ, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, പ്രൊമോട്ടേഴ്സ്, മെമ്പേഴ്സ് വേറെ. കമ്പനിക്ക് പ്രത്യേക ഒരു വ്യക്തിത്വം കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു കർട്ടനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് വീൽ എന്ന് പറയും. VEIL. അപ്പോൾ കോർപ്പറേറ്റ് വീൽ ഈസ് ദ ലീഗൽ ക്ലോത്തിങ് വിച്ച് എ കമ്പനി ഗെറ്റ്സ് വൈൽ എ കമ്പനി ഈസ് രജിസ്റ്റേർഡ്. കോർപ്പറേറ്റ് ഫാസഡ് എന്ന് പറയും, മുഖംമൂടി. അപ്പോൾ ഇതുള്ളത് കൊണ്ടാണ് കമ്പനി വേറെ, അതിൻ്റെ മെമ്പേഴ്സ് വേറെ എന്ന് നമ്മൾ പറയും. അപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു ലീഗൽ ഫിക്ഷനെയാണ് നമ്മൾ കോർപ്പറേറ്റ് വീൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞ എക്സാമ്പിളിൽ 10 പേര് ചേർന്ന് കമ്പനി തുടങ്ങിയാൽ വേറൊരു ആളവിടെ വരുന്നു, അതാണ് 11ാമത്തെ ആള്. നമ്മൾ 10 പേര് ഹ്യൂമൻ ബീയിങ്സും ഹ്യൂമൻ പേഴ്സണും 11ാമത്തെ ആൾ വന്നിട്ട് എന്താണ്? ഒരു കോർപ്പറേറ്റ് ലീഗൽ പേഴ്സണാണ്. പക്ഷേ ഈ 10 പേരുടെ ലൈഫുമായിട്ടും അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് സ്പാനുമായിട്ടും യാതൊരു ബന്ധവും 11ാമത്തവനില്ല. കാരണം 11ാമത്തവൻ ലീഗൽ ബോഡിയാണ്, അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ 10 പേരെ ഈ പറയുന്ന 11ാമിൻ്റെ ഇടയിൽ എന്തുണ്ട്? സൗമ്യ എന്തുണ്ട്? ഒരു കർട്ടനുണ്ട്. ആ കർട്ടനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർപ്പറേറ്റ് വീൽ എന്ന് പറയും. മനസ്സിലായി? ആ ലീഗൽ ക്ലോത്ത്, ആ ലീഗൽ ഫിക്ഷനെ. ഇത് ലിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഡോക്ടറിൻ പറയുന്നത്. കുട്ടികളെ, ഇത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ലിഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഈ കർട്ടനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോർപ്പറേറ്റ് ബോഡിക്ക് സെപ്പറേറ്റ് പേഴ്സണാലിറ്റി നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ മെമ്പേഴ്സും അഥവാ ഷെയർ ഹോൾഡേഴ്സും കമ്പനിയും തമ്മിൽ ഒരു വേർതിരിവില്ലാതെ പോകും. അതിനെയാണ് ഡോക്ടറിൻ ഓഫ് ലിഫ്റ്റിംഗ് ഓഫ് ഓർ പയർസിംഗ് ദ കോർപ്പറേറ്റ് വീൽ എന്ന് പറയും. ലിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പൊക്കുക, ലിഫ്റ്റ് ചെയ്യുക. പയർസിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തുളയിടുന്നതിനെ കുറിച്ചാണ്. നമ്മൾ കൊച്ചുകുട്ടികൾക്ക് കാത് കുത്തുന്നതിന് പറയുന്നത് നമ്മൾ പയർസിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കർട്ടണിൽ ഒരു ടൈറ്റ് തുണിയിൽ നമ്മൾ ഈ തുളയിടുകയല്ലേ, ഹോൾ ഇടുന്നതിനാണ് നമ്മൾ പയർസിംഗ്. ഇതിനെ കീറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. ഇതിനെ ഞാനൊരു സങ്കല്പ രീതിയിൽ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് മനസ്സിലാവും. നിങ്ങളൊക്കെ നാട്ടുപുറത്ത്, എനിക്കറിഞ്ഞൂടാ, നിങ്ങളൊക്കെ നാട്ടിലും കാര്യങ്ങൾ അറിഞ്ഞൂടാ, ഈ നാടകം നടക്കാറ്. എൻ്റെ വീട്ടിനടുത്തൊക്കെ അമ്പലങ്ങളുണ്ട് നാട്ടിൽ. അവിടെ നാടക കമ്പനികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങളങ്ങനെ സങ്കല്പിക്കുക. പൊതുവേ നാടകം നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു നീല കളർ കർട്ടനോ അല്ലെങ്കിൽ ചുവപ്പ് കളർ കർട്ടനൊക്കെ, ഇതിൽ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ നമ്മൾ അത്താഴമൊക്കെ കഴിച്ച് രാത്രി നാടകം കാണാനായിട്ട് പോകുമ്പോൾ പൊതുവെ ഭയങ്കര സന്തോഷമായിട്ട് പോകുമ്പോൾ ഈ കർട്ടനിങ് അടച്ചിട്ടായിരിക്കും അല്ലേ, ലൈറ്റൊക്കെ ഇങ്ങനെ ബീം ചെയ്ത്. അപ്പോൾ നമ്മളിങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുക. ചുമ്മാ ഒരു പ്യൂർലി ഫിക്ഷണൽ എക്സാമ്പിൾ. അപ്പോഴുണ്ട് ആ കർട്ടൻ്റെ അകത്തു നിന്നും ഭയങ്കര ബഹളം, എന്തൊക്കെയോ ബഹളങ്ങളും പ്രശ്നങ്ങളും നടക്കും. നമുക്ക് ഇവിടെ നിന്ന് ഫീൽ കാണാൻ, നമുക്ക് അറിയാൻ പറ്റും, കാണാൻ പറ്റില്ല, അറിയാൻ പറ്റും, കർട്ടൻ കിടക്കുകയില്ല. അപ്പൊ അവിടെ എന്തോ തെറ്റ് നടക്കും, ഇതൊക്കെ അടിബഹളോ നമുക്കറിയാം, എന്തോ മൈക്കൊഴി കേൾക്കുന്നു, എന്തോടെ പ്രശ്നം. ആരാണ് തെറ്റുകാരെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സൗമ്യ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ആരാണ് തെറ്റുകാരെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കർട്ടൻ പതിയെ ലിഫ്റ്റ് ചെയ്ത് നോക്കണം. ലിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പെയർസിങ്ങനെ കീറി ഇങ്ങനെ നോക്കണം, അല്ലാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ മനസ്സിലാവും. അപ്പോ കമ്പനിയുടെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയെ മറയായിട്ട് വെച്ചുകൊണ്ട്, അതാണ് കർട്ടൻ, മറയായിട്ട് വെച്ചുകൊണ്ട് കമ്പനിയുടെ മെമ്പേഴ്സും ഡയറക്ടർമാരും അല്ലെങ്കിൽ കമ്പനിയുടെ അകത്തുള്ള ആൾക്കാര് ഫ്രോഡ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലീഗൽ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ, റോങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിയമം എന്ത് ചെയ്യും? ഇതാരാണ് ശരിക്കും തെറ്റെന്ന് അറിയാനായിട്ട് ആ കോർപ്പറേറ്റ് വീലിനെ പതുക്കെ പൊക്കി നോക്കുമ്പോ കണ്ടുപിടിച്ചു. യവൻ A B C D എല്ലാവരും പിടിച്ചോണ്ട് പോകും. അപ്പോ എന്താണ് കുട്ടികളെ സംഭവിക്കുന്നത്? കമ്പനിയുടെ ലീഗൽ പേഴ്സണാലിറ്റിയെ, കമ്പനിയുടെ സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ലീഗൽ ഫിക്ഷനായ കോർപ്പറേറ്റ് വീലിനെ വെച്ചുകൊണ്ട്
ആൾക്കാർ, അതിന്റെ പിന്നിലുള്ള ആൾക്കാർ, മെമ്പേഴ്സും ആൾക്കാർ വന്നിട്ട് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ റോങ് ഡൂയേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട്, റോങ് ഡൂയേഴ്സിനെ ഫിക്സ് ചെയ്യാനായിട്ട് ദ ലോ വിൽ lift or pierce the corporate will in order to identify the real wrongdoers of the company, and they will be brought to the court of law. അങ്ങനത്തെ കാര്യത്തിനെയാണ് നമ്മൾ ലിഫ്റ്റിംഗ് ഓഫ് ഓർ പയർസിംഗ് ദ കോർപ്പറേറ്റ് വീൽ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഐ ഹോപ്പ് ഇതിനപ്പുറം ഒരു എക്സാമ്പിൾ സ്വപ്നത്തിൽ മാത്രമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ, അപ്പോൾ അങ്ങനെ പൊക്കി നോക്കി കള്ളന്മാരെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അപ്പോൾ വൺസ് ദ കോർപ്പറേറ്റ് വീൽ ഈസ് ലിഫ്റ്റഡ്, ദ ലയബിലിറ്റി ഓഫ് ദ കമ്പനി which occurred due to the default or wrongdoing of the members of the company will now become the liability of the members who had done their wrong. അല്ലേ? ഇത്രയും കാലം കമ്പനിയുടെ ലയബിലിറ്റി ഞാൻ ഏറ്റെടുക്കൂല, കമ്പനി വേറെ ഞാൻ വേറെ എന്നല്ലേ പറഞ്ഞുകൊടുക്കുന്നത്, സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി. ഇപ്പൊ സെപ്പറേറ്റ് പേഴ്സണാലിറ്റി പോയി, കോടതി അത് പൊക്കി നോക്കിയപ്പോൾ സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ഒന്നും ഇല്ല. തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോ ഇനി കമ്പനിക്ക് ഉണ്ടായ ഈ നഷ്ടങ്ങളുടെ പേഴ്സണൽ ലയബിലിറ്റി ഈ പറയുന്ന തെറ്റ് ചെയ്ത മെമ്പേഴ്സ് ഇൻകർ ചെയ്യേണ്ടി. ആ സാഹചര്യത്തിൽ ഈ മെമ്പേഴ്സിന്റെ ലിമിറ്റഡ് ലയബിലിറ്റി ഫീച്ചർ നഷ്ടപ്പെടും. ആ സാഹചര്യത്തിൽ കമ്പനി വേറെ ഞാൻ വേറെ എന്ന് പറയുന്ന പരിപാടി ഇനി നടക്കത്തില്ല. എങ്ങനെയുണ്ട്? ആദ്യത്തെ മനസ്സിലായോ? കൊള്ളാമോ? സൗമ്യ, ക്ലിയർ അല്ലേ? യെസ്. സോ ദിസ് ഈസ് എ വെരി 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 ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ലോ. ഇനിയാണ് എപ്പോഴൊക്കെയാണ് സ്ഥിരം ചോദിച്ചപ്പോൾ ഇനി വായിക്കുമല്ലോ അല്ലേ, ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ദിസ് ഈസ് എ വെരി ക്രിട്ടിക്കൽ ആസ്പെക്ട് ഓഫ് ഫണ്ടമെന്റൽ ഓഫ് ലോ. ലീഗൽ പേഴ്സണാലിറ്റിയും സെപ്പറേറ്റ് പേഴ്സണാലിറ്റിയും എന്നുള്ള ലീഗൽ ഫിക്ഷനൊക്കെ നിൽക്കൊണ്ട് കമ്പനി തുടങ്ങുമ്പോൾ അതാണ് കമ്പനി വേറെ മെമ്പർ വേറെ. പക്ഷേ കമ്പനി എന്ന് പറയുന്ന ലീഗൽ പേഴ്സണാലിറ്റിയെ മുഖമൂടിയായിട്ട് വെച്ചുകൊണ്ട്, മറയായിട്ട് വെച്ചുകൊണ്ട്, കർട്ടനായിട്ട് വെച്ചുകൊണ്ട് അകത്തുള്ള ആൾക്കാര് തെറ്റ് ചെയ്യുകയാണെങ്കിൽ, റോങ് ഡൂയിങ് ചെയ്യുകയാണെങ്കിൽ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കോടതികൾക്ക് ഈ കോർപ്പറേറ്റ് വീൽ മാറ്റി നോക്കാം. മാറ്റി നോക്കുമ്പോൾ റിയൽ ആൾക്കാരെ കണ്ടുപിടിക്കുകയും ആ പറയുന്ന കാര്യങ്ങൾക്ക് കമ്പനിക്കുണ്ടായ നഷ്ടമെല്ലാം അവരുടെ പേഴ്സണൽ ലയബിലിറ്റി അവർ തലയിലിട്ട് കൊടുക്കുകയും ചെയ്യും. അതോടുകൂടി ആ സമയത്തേക്ക് അല്ലെങ്കിൽ ആ അവസരത്തില് നിങ്ങൾക്ക് ഈ പറയുന്ന മെമ്പേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ഫീച്ചർ നഷ്ടപ്പെടും. നൗ സൗമ്യ, അപ്പോ ഈ ട്രാൻസാക്ഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞ റോങ് ഡൂയിങ് ട്രാൻസാക്ഷനിൽ മെമ്പർ വേറെ കമ്പനി വേറെ എന്നുണ്ടോ? ഇപ്പോ ഇല്ല. ഇപ്പൊ രണ്ടുപേരും ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം എന്ന് വെച്ചാൽ കമ്പനിയുടെ ലയബിലിറ്റി നമ്മുടെ ലയബിലിറ്റി. കാരണം വെച്ചാൽ നമ്മൾ തെറ്റ് കാരണം, ഫ്രോഡ് കാരണമാണ് ഈ ലയബിലിറ്റി മൊത്തം ഉണ്ടാക്കി കൊടുത്തത്. കുട്ടികൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡോക്ടർ ഓഫ് ആൾട്ടർ ഈഗോ. ആൾട്ടർ ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ്. ഫോട്ടോസ്റ്റാറ്റ് വെച്ചാൽ ദ്വൈത്വം, രണ്ട്, ഞാൻ തന്നെ അതും. മനസ്സിലായോ? എങ്ങനെയുണ്ട് പഠിപ്പിക്കുന്നത്? മനസ്സിലായോ? അപ്പോൾ ആൾട്ടർ ഈഗോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രതിബിംബമാണ്, മിററാണ് അപ്പുറത്തേക്ക് ആണ്. കാരണം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ ഉള്ളൂ. ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി വേറെ ഞാൻ വേറെ ഇല്ല, ഞാനും കമ്പനി ഒന്നാണ്. കമ്പനിയുടെ ലയബിലിറ്റി നിന്റേതാണ്, നീ അനുഭവിച്ചേ പറ്റും, ബിക്കോസ് യു ഡൺ സം റോങ്. സോ ദിസ് ഈസ് കോൾഡ് alter ego. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്, alter ego. So this is very important. Hence the doctrine of alter ego is based on lifting of corporate will between the directors or shareholders and the corporation and treating both as one entity. ഇനി കമ്പനിയും മെമ്പർമാരും ഒന്നാണ്, സെപ്പറേറ്റ് പേഴ്സണാലിറ്റി ഇല്ല. നിങ്ങൾ തെറ്റ് ചെയ്തു, കമ്പനിയുടെ ലയബിലിറ്റി നിങ്ങളുടെ ലയബിലിറ്റി കൂടെയാണ്. So whatever liability of the company is liability of yours. You lost the beautiful feature of a company, limited liability and separate legal personality. അതുകൊണ്ട് കളഞ്ഞു. സോ ആൾട്ടർ ഈഗോ, ഞാനും കമ്പനി ഇപ്പോൾ മിററാണ്, ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഞാൻ കൈപോക്കിയാൽ കമ്പനി കൈപോക്കും, കമ്പനി കൈപോക്കിയാൽ എൻ്റെ കൈ പോകും. കാരണം വെച്ചാൽ ബിക്കോസ് whatever activity the company is done, whatever things the company will be doing is equal to you are doing, because you had lost the principle of corporate personality because the law has lifted the കോർപ്പറേറ്റ്. അപ്പോൾ ആൾട്ടർ ഈഗോ എന്നല്ല എഴുതിക്കൊള്ളണം. ആൾട്ടർ ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ എഫക്റ്റ് ആണ്, ഈച്ച് അതർ, പരസ്പരം എന്നാണ് എൻ്റെ അർത്ഥം. അതറായി എന്ന് വെച്ചാൽ ഞാൻ പോലെ വേർത്തും. പിന്നെ ഇതിനാണ് കമ്പനി ഉണങ്ങാൻ പോയത് അല്ലേ? കമ്പനി ഉണങ്ങിയൊക്കെ ഇത് അഡ്വാൻറ്റേജിന് വേണ്ടി ഇതെല്ലാം പോയി കിട്ടി. അതിനാണ് നമ്മൾ ആൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്, നല്ല ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഇനി അറിയാൻ ഇന്നോ നാളെയോ നല്ല ഇതിലൊന്ന് വായിക്കാം, അപ്പോൾ തറവാകും കേട്ടോ. ഇതിൽ വായിക്കാനായിട്ട് ഒന്നുമില്ല, പറഞ്ഞ മുഴുവൻ എൻ്റെ അകത്തുണ്ട്. ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ഇറ്റ്.
So the doctrine of alter ego is based on the assumption that the company as well as the shareholders and the mandator are the alter egos of each other. Parasparam. That is, one is the shadow or reflection of other, or can be understood as the two sides of the same coin. Hence, the courts can rely on alter ego doctrine when they find that there is a very thin line of distinction between shareholder directors and the corporation or a limited liability corporation. ചുരുക്കി പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. ഉമാർ ചെയ്യുന്ന കമ്പനിയുടെ ചെയ്തു കൂട്ടിയ എല്ലാ ലയബിലിറ്റിക്കും ഉമാർ ലയബിളാവും. ആ ആസ്പെക്ട് നോക്കുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പോകും. So, this is the way how to study this. Practically, I given you clear thing. Please study it very carefully. So, any doubts further you want anything, you can just ask me. Okay. So, മതി. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ കേസ് നല്ലതൊന്നും ഇതിൻ്റെ അകത്ത് കുറച്ച് കേസ് വേണമെങ്കിൽ നോക്കാം. സുനിൽ ഭാരതി മിറ്റലിൻ്റെ കേസിലുണ്ട്. These persons were in control of the affairs of the company. Because of their controlling, they repress the directors. State of mind of these persons is state of mind of the companies. Thus, there is described as an alter ego of these respective companies. നല്ലൊരു കേസാണ് ഇത്. ഭാരതി മിറ്റൽ അറിയില്ല, എയർടെലിൻ്റെ ഫൗണ്ടറിൻ്റെ അല്ലെങ്കിൽ പ്രൊമോട്ടറിൻ്റെ പേരാണ് സുനിൽ ഭാരതി മിറ്റൽ. അവരുടെ ഒരു CBI കേസ് 2015 ലേറ്റസ്റ്റ് കേസാണ്. അതിൽ സ്പെഷ്യൽ ജഡ്ജ് സമ്മൗണ്ട് ആൻഡ് പ്രൊസീഡ് അഗൈൻസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. സ്പെഷ്യൽ ജഡ്ജ് ഹെൽഡ് ദാറ്റ് on the other hand the reason for summoning these persons and proceeding the appeal etc. അപ്പോൾ അവിടെ ഇതുപോലെ ഫ്രോഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായതാണ്. ആ സമയത്ത് കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡും അവിടുത്തെ ഡയറക്ടർമാരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡും ഒക്കെ ഒന്നാണെന്നും അവർ രണ്ടായിട്ട് ദ്വൈത്തമായിട്ട് കാണാൻ പറ്റത്തില്ല എന്നാണ് നിയമം ഇന്റർപ്രറ്റ് ചെയ്തത്. അതിനെയാണ് നമ്മൾ ആൾട്ടർ ഈഗോ എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ കേസ് ലോ, പ്ലീസ് സ്റ്റഡി ഇറ്റ്. ആൻഡ് ദ ലേറ്റസ്റ്റ് കേസ് ലോ AR 2015 സുപ്രീം കോടതി 923. ഓക്കെ. സോ doctrine of corporate will is it's a traditional question. ഡോക്ടർ ഓഫ് എന്താ അറിയാമോ കുട്ടികളെ, നമ്മൾ ഡോക്ടർ ഓഫ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൾട്ടർ ഈഗോ കൂടെ പറയാം. സഞ്ജു ക്ലാസ് മിസ് ചെയ്തു, ഇവിടെ തകർത്ത് ബഹളമായിരുന്നു. കോർപ്പറേറ്റ് വീലും ഡോക്ടർ ഓഫ് ആൾട്ടർ ഈഗോ പഠിച്ചു. സാരമില്ല, ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഭയങ്കരമായിട്ട് പഠിപ്പിച്ച് പെട്ടെന്ന് നമ്മൾ അത് കവർ ചെയ്ത് തീർത്തു. സോ യു വിൽ ഗെറ്റ് എ കോപ്പി ഓഫ് ദ സെയിം. ഓക്കെ, യെസ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ലിഫ്റ്റിംഗ് കേസാണ്, സാലമോൺ വേഴ്സസ് സാലമോൺ ആൻഡ് കമ്പനി. ഓരോ ഡോക്ടറിന് പറയുമ്പോഴും ഇറ്റ് ഇസ് അറ്റാച്ച് ടു എ സെലിബ്രേറ്റഡ് കേസ് ലോ. അപ്പോൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വിൽ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കേസാണ് സാലമോൺ വേഴ്സസ് സാലമോൺ ആൻഡ് കമ്പനി ലിമിറ്റഡ്. ഞാൻ പറഞ്ഞു, ഇത്തരം ഫേമസ് ആയിട്ടുള്ള കേസുകൾ ഒരിക്കലെങ്കിലും ഒന്ന് വായിച്ചു വെക്കണം. ഈ സാലമോണിൻ്റെ കേസിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. സാലമോണിൻ്റെ 5 മക്കളും കൂടെ ചേർന്ന് ഒരു കമ്പനി തുടങ്ങി. ലാസ്റ്റിൽ അവർ കുറേ കടമൊക്കെ മേടിച്ചു കൂട്ടി. അത് നഷ്ടത്തിൽ വരുന്നൊരു കഥയാണ്. അപ്പോൾ പ്രശ്നം വെച്ചാൽ അയാളും അയാളുടെ 5 മക്കളും കൂടെ ചേർന്നുണ്ടാക്കിയ കമ്പനിയാണ്. അപ്പോൾ അവരും കമ്പനിയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് പല രീതിയിലാണ് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. അതിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും കമ്പനി ഈസ് എ സെപ്പറേറ്റ് പേഴ്സൺ. പക്ഷേ ഈവൻ ദോ എൻ്റയർ ഫാമിലിയാണ് അതിൻ്റെ പിന്നിലാണെങ്കിൽ പോലും നിങ്ങൾ വേറെ, കമ്പനി വേറെ. പക്ഷേ അത് വെച്ച് നിങ്ങൾ ഇവിടെ ചെറിയൊരു പ്രശ്നം നടത്തി. അവർ കമ്പനിയുടെ അസറ്റ് വെച്ചിട്ട് കുറച്ച് ലോണൊക്കെ എടുത്തു. അങ്ങനെ കമ്പനി വൈൻഡിങ് അപ്പിലോട്ട് പോയി. അപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ ഈ ലോൺ എടുത്തത് തന്നെ ഈ കമ്പനി അഥവാ മുങ്ങിപ്പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ആദ്യമേ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ആണ് ഈ സാലമോൺ തന്നെയാണ് ആ കമ്പനി ലോൺ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ കമ്പനിയുടെ ആ ഫേസഡ് നമ്മൾ ലീഗൽ പേഴ്സണാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വെച്ച് നിങ്ങൾ നിങ്ങൾ മിസ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് അത് ലിഫ്റ്റ് ചെയ്യുമെന്നും. അപ്പോൾ ഇനി മുതൽ നിങ്ങളവിടെ the law does not feel any difference between these members and the company, because കമ്പനിയെ വെച്ചുകൊണ്ട് നിങ്ങൾ കമ്പനി മുങ്ങിപ്പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് ലോൺ കൊടുക്കുകയും കമ്പനിക്ക് ലോൺ കൊടുക്കുകയും കമ്പനി വൈൻഡപ്പ് ആകുമ്പോൾ ആ ലോൺ തിരിച്ച് കിട്ടുന്ന രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തു. സോ മൊത്തത്തിൽ സ്ട്രക്ചർ വായിക്കുമ്പോൾ അറിയാം നിങ്ങൾ കമ്പനി തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്ന രീതിയിലാണ്. അപ്പോൾ ഈ സെപ്പറേറ്റ് പേഴ്സണാലിറ്റിയെക്കുറിച്ചും ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് ബില്ലിനെ കുറിച്ചും എപ്പോൾ റെഫർ ചെയ്യുമ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കേസാണ് സാലമോൺ വേഴ്സസ് സാലമോൺ ആൻഡ് കമ്പനി ലിമിറ്റഡ്. സോ പ്ലീസ് ഇതേപോലെ ഗൂഗിളൊക്കെ ചെയ്ത് രാത്രി വെറുതെ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ചാരിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന കുറേ സമയമുണ്ടല്ലോ, ചുമ്മാ പഠിക്കണ്ട, ജസ്റ്റ് ചാറ്റ് GPT അല്ലെങ്കിൽ വിക്കിപീഡിയ എടുത്തൊരു കേസ് ഒന്ന് വായിക്കാം. സോ ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ. ഒരിക്കലും ഞാൻ ലൈഫിൽ ഞാനൊക്കെ അതൊക്കെയാണ് ഒരിക്കൽ നമ്മളങ്ങ് വായിച്ചു ചെയ്യണം. ബിക്കോസ് ഇതെല്ലാം ഫണ്ടമെൻ്റൽസ് ആണ്. ഇനി നമ്മൾ ഐ തിങ്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് വായിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് നോക്കിയിരിക്കുക. സാലമോൺ നേരത്തെ പറഞ്ഞ റിച്ചിയുടെ കേസും അതുപോലെ സാലമോൻ്റെ കേസും കൂടെ ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ, യെസ്. നൗ അതിന് ഒരു പൊതുവെ ലിഫ്റ്റ് ചെയ്യുന്ന എപ്പോഴാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കോടതി ഇത് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞ പോലെ
ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് മുഖംമൂടിയായിട്ട് വെച്ചുകൊണ്ട് കമ്പനിയുടെ ലീഗൽ സെപ്പറേറ്റ് പേഴ്സണാലിറ്റിയെ ഫേസ് മുഖംമൂടിയായിട്ട് വെച്ചുകൊണ്ട് ഇംപ്രോപ്പർ കണ്ടക്റ്റോ ഫ്രോഡോ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റിലുണ്ടാവും. ദാറ്റ് ഈസ് വൺ പോയിന്റ്. സെക്കൻഡ് വൺ ഈസ് വെയർ ദ കോർപ്പറേറ്റ് പേഴ്സൺ ഈസ് റിയലി എൻ ഏജൻസി. ഈ കോർപ്പറേറ്റ് മുഖംമൂടിയ ഒരു ഏജൻസി ആയിട്ട് മാത്രം വെച്ചുകൊണ്ട് അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്ന പരിപാടി. അങ്ങനെ ഒരുപാട് കമ്പനികൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അടുത്ത് പബ്ലിക് പോളിസിക്ക് അഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൻ്റെയൊക്കെ പേര് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ടോളറൻസ് ലെവൽ അനുസരിച്ചിരിക്കും. വേണമെങ്കിൽ നോക്കാം, നിങ്ങളുടെ ഇഷ്ടം. വേണമെങ്കിൽ കേസിൻ്റെ പേര് ഓർമ്മയാക്കിയിരിക്കുമെങ്കിൽ പഠിക്കാം. അടുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ടാക്സ് ഇവേഷനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംരംഭം. ഞാനൊരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡറും MDയും ഒരാളാണ്. വലിയൊരു കമ്പനിയുണ്ട്, ഇഷ്ടംപോലെ പൈസയൊക്കെയുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ ആൾ എന്ത് ചെയ്യുന്നു, അയാൾക്കൊരു കാർ മേടിക്കണം, അയാൾക്കൊരു ബെൻസ് മേടിക്കണം, വലിയൊരു ബെൻസ്, ഒരു S ക്ലാസ് ബെൻസ്, ഒരു ഒരു S ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 84 lakhs to 1 CR വരും. 1 CR ചിലപ്പോൾ മുകളിൽ വരും, 1 CR എടുക്കാം. അപ്പോൾ ഇയാളുടെ പ്രശ്നം വെച്ചാൽ ഇയാൾ സ്വന്തമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന്, പൈസ വേണം ഇല്ലേ. 2, അയാളുടെ പേരിൽ തന്നെ അയാൾ സ്വന്തം പൈസ കൊണ്ട് മേടിക്കുമ്പോൾ ഇൻകം ടാക്സിൽ സോഴ്സ് കാണിക്കും അല്ലേ. ഒന്ന്, പൈസ വേണം. 2, അഥവാ പൈസ എവിടെയെങ്കിലും ഒപ്പിച്ചാൽ പോലും ഇത് എവിടെ നിന്ന് ഈ പൈസ കിട്ടി എന്ന് നിങ്ങൾ ഇൻകം ടാക്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പ്രശ്നം വരും. അതുകൊണ്ട് പുള്ളി നോക്കുമ്പോൾ അയ്യോ നമ്മുടെ കമ്പനി ഉണ്ടല്ലോ, ഇഷ്ടംപോലെ പൈസയുണ്ട്, എന്ത് ചെയ്യും ഇയാൾ കമ്പനിയുടെ പേരിൽ കമ്പനിയുടെ പൈസ കൊടുത്ത് കമ്പനിയുടെ പേരിൽ ഇത് മേടിക്കും, ഈ കാർ മേടിക്കും. പക്ഷെ യൂസ് ചെയ്യുന്നത് മൊത്തം അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പറ്റിയാൽ എൻ്റെ പെട്രോൾ വരെ കമ്പനി കൊണ്ട് അടുപ്പിക്കും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നു. ഇപ്പോൾ ആക്ച്വലി എന്താ ചെയ്തത്, കമ്പനി ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആണെന്നുള്ളത് വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ഫുള്ളായിട്ട് മിസ്യൂസ് ചെയ്യുന്നു. എല്ലാ എക്സ്പെൻസും കമ്പനിയിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഏറ്റവും രസകരമായ സംഭവം, നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് എന്താണ്, നിങ്ങൾ ടാക്സ് ഇവേഡ് ചെയ്യും. നിങ്ങളതിനെ കാറാണ്, പക്ഷേ കമ്പനി വഴിയെ മേടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈ 1 കോടിയുടെ സോഴ്സ് കാണിക്കേണ്ട, അതിനനുസരിച്ചുള്ള ഇൻകം ടാക്സ് നിങ്ങൾ അടയ്ക്കേണ്ട. അപ്പോൾ ഒരു സിമ്പിൾ നാട്ടുമ്പുറത്തൊരു എക്സാമ്പിളാണ്, ടാക്സ് ഇവേഷന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കമ്പനികളെ ഈ സെപ്പറേറ്റ് ലീഗൽ പേഴ്സണായിട്ട് യൂസ് ചെയ്യും. പല കാര്യങ്ങൾ, പല വസ്തു വ്യവഹാരങ്ങൾക്ക് വേണ്ടി, ട്രാൻസാക്ഷൻസിന് വേണ്ടി, ബിനാമി ട്രാൻസാക്ഷനായിട്ട് യൂസ് ചെയ്യാൻ കമ്പനിയുടെ പേരിലങ്ങ് മേടിക്കും. നമ്മൾ പഠിപ്പിക്കുമ്പോൾ തമാശയ്ക്ക് പറയും, കമ്പനിക്ക് വേദനിക്കത്തില്ലല്ലോ എന്ന്. കേട്ട സൗമ്യ, നമ്മൾ തമാശയ്ക്ക് പറഞ്ഞൊരു വാക്കാണ്, കമ്പനിക്ക് വേദനിക്കത്തില്ല. കാരണം കമ്പനി ഹ്യൂമൻ ബീയിങ് അല്ലല്ലോ അല്ലേ, കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ. അപ്പോൾ തമാശയ്ക്ക് തന്നെ പറയുന്നത് എങ്ങനെയാണ്, അപ്പോൾ കമ്പനിയുടെ പേരിൽ എന്തും ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ലിഫ്റ്റ് ചെയ്ത് ആൾട്ടർ ഈഗോ അപ്ലിക്കബിൾ ആവും. അപ്ലിക്കബിൾ ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന കാറ് കമ്പനിയുടെ കാറല്ല, നിങ്ങളുടെ കാറാണ്. അതിൻ്റെ സോഴ്സും ഇതിന് തിരിച്ചടക്കേണ്ട EMIയും ഇതിനുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളങ്ങ് ചെയ്താൽ മതി. ബിക്കോസ് യു ഹാഡ് മിസ്യൂസ് ദ കോർപ്പറേറ്റ് ഫസാഡ് ഓഫ് ദ കമ്പനി and you are misusing the golden principle of legal separate personality, which has been under discussion. So if you ask me, tax evasion is one of the very important area or domain where many people misuse this corporate personality and take advantage for their own pockets. Okay, yes, so I hope it is clear. നമ്മൾ ആവശ്യമുള്ള വോഡോഫോണിൻ്റെ കേസ് പറഞ്ഞ അങ്ങനെ ഒരുപാടുണ്ട്. ബട്ട് ഐ ഡോണ്ട് സി 1-2 കേസ്, ഒത്തിരി കേസ് നിങ്ങൾ മനസ്സിൽ നിൽക്കത്തില്ല. കാരണം അറിയാമല്ലോ, നമ്മൾ ഇത്രയും പഠിച്ചിട്ട് തലേദിവസം നമ്മൾ ഇതൊന്നും കവർ ചെയ്യത്തില്ല. അത് വെറുതെ നമുക്ക് സമയം പോകാൻ വേണ്ടി ചെയ്യാമെന്നല്ല, നടക്കത്തില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് എൻ്റെ നിന്ന് കേട്ട ഓരോ ഡോക്ടറിനും ഒരു കേസെങ്കിലും എഴുതണം. ഇൻഡോർ മാനേജ്മെൻറ്റ്, റോയൽ ബ്രിട്ടീഷ് ബാങ്ക് വേഴ്സസ് ടർക്കോയിൽ. ഓക്കെ, ഡോക്ടർ ഓഫ് അൾട്രാവൈറസ്, ആഷ്ബറി റെയിൽവേ ആൻഡ് കാരേജ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് മനോർച്ചി. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെൽ, സാലമോൺ വേഴ്സസ് സാലമോൺ. ഇങ്ങനെ ഓരോ കേസസും നമ്മളിങ്ങനെ ആൾട്ടർ ഈഗോയിൽ കേസിൽ ഭാരതി സുനിൽ മിത്തൽ വേഴ്സസ് CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇങ്ങനെ ഓരോ ഡോക്ടറിനും ഒരു കേസ് വെച്ച് പഠിച്ചു വയ്ക്കുക. ഇത് കേസോടുകൂടി എഴുതിയാൽ മാത്രമേ കുട്ടികളെ ഒരു 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 ബോധരവോ ഒരു പഞ്ച് വരത്തുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എക്സാമിനറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ട് നോക്കാം. ഒന്ന്, SSIയിൽ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് പറ്റുമോ? പറ്റും, അവിടെ വേണം പറ്റും. ഓക്കെ, അപ്പോൾ അത് അതിന് എക്സംഷൻ സാധാരണ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി യൂണിറ്റ്സിനൊക്കെ പൊതുവെ എക്സംഷൻസ് ഉണ്ടല്ലോ, ടാക്സ് ലോയ്സിലും ഒക്കെ. അപ്പോൾ ഒരു കേസിൽ ഇങ്ങനെ ഒരു ചർച്ച വന്നതാണ്. ഈ ഇന്നൽസെ ലിമിറ്റേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ ഒരു ചർച്ച വന്നു. അതൊരു SSA ആണ്. അവിടെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് ബിൽ പാടുണ്ടോ? ഒരു കുഴപ്പമില്ല.
lifting of corporate bill can be even applied for small scale industries. They are not eligible to get any exemption under this, under this doctrine. Just ഒരു ക്ലാരിറ്റി ഒരിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുണ്ട് കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, യെസ്, ഓഫ് കോഴ്സ് ക്രിമിനൽ കേസിലെല്ലാം നോക്കാം യഥാർത്ഥ ക്രൈം നടന്നിട്ടുണ്ടോ നോക്കാനെങ്കിൽ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് ബിൽ ഈസ് പോസിബിൾ. സോ സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് നൗ ഓവർ. സോ ഐ തിങ്ക് മോസ്റ്റ്ലി വി ഹാഡ് കംപ്ലീറ്റഡ് ദിസ് ചാപ്റ്റർ. ഇനി ഒരു ചെറിയൊരു ഏരിയ കൂടെ നോക്കിയിട്ട് ഇനി വീണ്ടും ടൈപ്സ് ആണ് കിടക്കുന്നത്. അതാണ് നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്സ് ഓഫ് കമ്പനി വീണ്ടും എഴുതിയിട്ടുണ്ട്, അത് ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ബട്ട് സംവെയർ we'll have some 15-20 minutes discussion extra one day on types of companies. And ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, സ്മോൾ കമ്പനി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഒന്ന് നോക്കി വെക്കുന്നതല്ലാണ് ഒരു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. സോ ഒരു ഏരിയ കൂടെ നമുക്കൊന്ന് ആപ്ലിക്കബിലിറ്റി ഓഫ് കമ്പനി ലോ ഒന്ന് ആലോചിച്ച് നോക്കണേ. സൗമ്യ കണ്ടോ, നമ്മളെല്ലാവരും കേട്ടു. നമ്മൾ അവസാനത്തെ ദിവസമാണ് ഇരുന്ന് നമ്മൾ ആപ്ലിക്കബിലിറ്റി പഠിക്കുന്നത്. നമ്മൾ എവിടെ തുടങ്ങിയാണെന്ന് നോക്കണേ. KMB തുടങ്ങി, ബോർഡ് പഠിച്ച്, പവേഴ്സ് പഠിച്ച്, ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ്, ഷെയർ ഹോൾഡേഴ്സ് പഠിച്ച്, AGM കഴിഞ്ഞ്, EGM കഴിഞ്ഞ്, ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഡിവിഡൻഡ് കഴിഞ്ഞ്, ഡെപ്പോസിറ്റ് കഴിഞ്ഞ്, ചാർജ് കഴിഞ്ഞ്, ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞ്, ബൈബാക്ക് കഴിഞ്ഞ്, മെമ്മറണ്ടം കഴിഞ്ഞ്, ആർട്ടിക്കിൾസ് കഴിഞ്ഞ്, ആൾട്ടറേഷൻ കഴിഞ്ഞ്, ടൈപ്സ് ഓഫ് കമ്പനി കഴിഞ്ഞ്, ഇന്നാണ് കമ്പനിയുടെ മീനിങ്ങും കാര്യങ്ങളും ആപ്ലിക്കബിലിറ്റി നോക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു വേറൊരു വഴിയാണ് വരുന്നത്, വിച്ച് ഈസ് വെരി ഈസിയസ്റ്റ് റൂട്ട്. ഇൻഫാക്ട് ഐ ഹോപ്പ് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. തലകുത്തിനായിരുന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തെ 2 ചാപ്റ്ററിന് നമ്മൾ 4-5 ക്ലാസ് എടുക്കും അല്ലേ, അനത്തി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. സോ ദിസ് ഇസ് ദ വേ വിച്ച് യു ക്യാൻ ഈസിലി ടാപ്പ് ദ എക്സാം പോയിന്റ് ഓഫ്. സോ സ്റ്റുഡൻസ്, നൗ ആപ്ലിക്കബിലിറ്റി ഓഫ് കമ്പനി ലോ. നമ്മൾ പഠിക്കുന്ന സെക്ഷൻ നമ്പർ കണ്ടോ സൗമ്യ? സെക്ഷൻ നമ്പർ എത്രയാണ്? 1. അവസാനത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന സെക്ഷൻ നമ്പർ കണ്ടോ? അത്രയാണ്, സെക്ഷൻ 1 ആണ്. മനസ്സിലായി? ആദ്യത്തെ സെക്ഷൻ കമ്പനീസ് ആക്ടില് പറയുന്നത് ഈ കമ്പനിയിലോ ഏതൊക്കെ കമ്പനികൾക്കാണ് ബാധകമാകുന്നത്. ഒന്ന് അറിഞ്ഞിരിക്കാം, ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാലോ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഒന്ന്, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികൾക്കും ഇത് ബാധകമാണ്. Either it is OPC, private, maybe exemption and everything is there, but in toto it is applicable. For all categories of company, the parent company law is applicable. Second one is insurance company. ഒരു ലൈൻ ഉണ്ടോ, except in so far as the said provisions are inconsistent with the provision of Insurance Act or the IRD Act 1999. Banking laws, except inconsistent with Banking Regulation Act 1949. Companies engaged in generation supply of electricity, except etc. etc. Soumya, can you interpret that line? എല്ലാ 3 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് except in so far as the said provisions are inconsistent with the provisions of? What does it mean? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ? ഇപ്പോൾ ഇൻഷുറൻസ് ആകുമ്പോൾ ഇൻഷുറൻസ് ആക്ടിൽ എന്താണ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് കോൺട്രാക്റ്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇൻഷുറൻസ് കമ്പനി എന്താണെന്ന് പറഞ്ഞതിനെ കുറിച്ചാണോ? എല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ? എല്ലാ കാര്യങ്ങളെ കുറിച്ചല്ലേ പറയുന്നത്? എല്ലാ കാര്യങ്ങളും. അതായത് കുട്ടികളെ, ഇന്ത്യയിലെ എല്ലാ കമ്പനിക്കും നമ്മുടെ കമ്പനീസ് ആക്ട് ബാധകമാണ്. എല്ലാ കമ്പനി എന്ന് പറയുമ്പോൾ എടുത്തു പറയുന്നുണ്ട്, ഇൻഷുറൻസ് കമ്പനിക്ക് ബാധകമാണ്, ബാങ്കിങ് കമ്പനികൾക്കും ബാധകമാണ്, ഇലക്ട്രിസിറ്റി കമ്പനികൾക്കും ബാധകമാണ്. പക്ഷേ ഈ 3 കാറ്റഗറി കമ്പനിക്ക് കുട്ടികളെ ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രത്യേക നിയമമുണ്ട്. ഇൻഷുറൻസ് ആക്ട് 1938 അതുപോലെ IRD ആക്ട് 1999. ബാങ്കിങ് കമ്പനികൾക്ക് പ്രത്യേക നിയമമുണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അതുപോലെ ഇലക്ട്രിസിറ്റി കമ്പനികൾക്ക് ഇലക്ട്രിസിറ്റി ആക്ട് 2003. അപ്പോൾ ഇവിടെ ആദ്യമേ പറയുന്നുണ്ട്, ഇത്തരം കമ്പനികൾക്ക് പ്രത്യേക നിയമമുള്ളതിനാൽ ആ നിയമത്തിൽ കിടക്കുന്ന പ്രൊവിഷനെ കോൺട്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ നിയമം ആപ്ലിക്കബിൾ ആണെന്നാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശുഭയാണ്, വെറും ഉദാഹരണമാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു HDFC ബാങ്ക്, നിങ്ങൾക്കറിയാം HDFC ബാങ്ക് ഈസ് എ ബാങ്ക്. സോ ദേ ഹാവ് 2 laws to comply with. One is the Companies Act, since it is a company basically. Second one is Banking Regulation Act, because it is a bank. Okay. Now, for example, if Companies Act says that you should conduct 4 board meetings, and the Banking Regulation Act says you have to conduct 6 board meetings in a year, നിങ്ങൾ എത്ര ബോർഡ് മീറ്റിംഗ് നടത്തണം? 6 board meetings, because you should not violate that law. അതാണ് പോയിന്റ്.
അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, എക്സെപ്റ്റ് ഇൻ സോ ഫാർ സെറ്റ് പ്രൊവിഷൻസ് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഞാൻ കൂടെ ഉള്ള ബാച്ചിൽ അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായത് ഈ പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം, എല്ലാവരും കേട്ടോളൂ. വെൻ എ കമ്പനി ഹാവ് 2 law to comply and one is a general law and second one is a special law for them, then always give importance and always comply the special law, because general laws will be overruled by special law made by the legislature for that particular industry. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താണ് ജനറൽ ലോ എന്നത് ജനറലായിട്ട് ആപ്ലിക്കബിൾ ആക്കാനാണ് കമ്പനീസ് ആക്ട്. പക്ഷേ ഇഫ് യു ഹാവ് എ സെപ്പറേറ്റ് ലോ ഫോർ ദ ഇൻഡസ്ട്രി ലൈക്ക് ഇൻഷുറൻസ് ആക്ട്, BR ആക്ട് ആൻഡ് ഇലക്ട്രിസിറ്റി ആക്ട്, then for that companies, for that provision which are inconsistent, ഇത് തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യത്തിൽ സ്പെഷ്യൽ ലോ ആയിരിക്കും കംപ്ലൈ ചെയ്യേണ്ടത്, ജനറൽ ലോ കമ്പനീസ് ആക്ട് അല്ല. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി കോൺട്രഡിക്ഷൻ ഇല്ലെങ്കിൽ രണ്ടും കംപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ അവിടെ ഒരു പ്രൊവിഷൻ ഇല്ല എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന്, ഫോർ എക്സാമ്പിൾ മിനിറ്റ്സ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം 118 ഇവിടെ ഉള്ളതുപോലെ അവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനീസ് ആക്ട് ആപ്ലിക്കബിൾ ആവും. പറഞ്ഞാൽ മനസ്സിലായോ? കോൺട്രഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ലോ ആപ്ലിക്കബിൾ ആവും. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്, വെൻ ദർ ഇസ് എ സ്പെഷ്യൽ ലോ then always the special law will overrule the general. So it is clear. And any other company governed by any special act, separate act of parliament പാസ്സാക്കിയിട്ടുള്ള പ്രത്യേക കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതും വരും. then any body corporate which is notified by the central government. So ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് എല്ലാ കമ്പനികളും, ഒരുപാടെന്നല്ല എല്ലാ കമ്പനികളും are amenable to the Companies Act. So first is the companies registered under the present law or any other law. Second, insurance company. Third one is banking company. Fourth one is electricity company. Fifth one is statutory corporations. And last one is any body corporate notified by the government. I think we are in the conclusion of ബാക്കിയുള്ള നമുക്ക് പഠിക്കാത്ത ഇത് ഞാൻ പറഞ്ഞു. അതാണ് നമ്മൾ രാവിലെ നോക്കിയതാണ്, കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക് കമ്പനി, സബ്സിഡറി കമ്പനി, പ്രൈവറ്റ് കമ്പനി, ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. സ്മോൾ കമ്പനിക്ക് നമ്മൾ രാവിലെ നോക്കിയാണ്, ഡോർമെന്റ് കമ്പനി രാവിലെ നോക്കിയതാണ്, രാവിലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ സെഷനിൽ നോക്കിയാണ്. ഗവൺമെന്റ് കമ്പനി ഫോർ ഇത് ടൈപ്സിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു സെഷൻ വേണമെങ്കിൽ പ്രത്യേകം സംവെയർ 15-20 minutes. ഓക്കെ, നൗ സ്റ്റുഡൻസ് ലെറ്റ് മീ ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഐ വിൽ കൺക്ലൂഡ്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് കമ്പനി ലോ ഇൻ ഇന്ത്യ. എക്സാമിൽ അല്ലെങ്കിൽ പോലും ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുട്ടികളെ, നമ്മളെ കമ്പനി അഫയേഴ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് വരുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ്. ആൻഡ് ഐ ഹോപ്പ് യു നോ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഈസ് tied with in administratively we have two poles. One is the Ministry of Finance and second one is Ministry of Corporate Affairs. Presently the both ministers same, you all know. Srimati Nirmala Sitharaman is the Minister of MCA, and very luminaries were there earlier, like Arun Jaitley was the minister. Arun Jaitley is a company secretary also. He's a honorary company secretary. And likewise, many leaders, many very, very famous people was being the Minister of Corporate Affairs. പക്ഷേ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരേ മിനിസ്റ്ററിൻ്റെ കീഴിലാണ് ഇപ്പോൾ. ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മളിവിടെ കമ്പനി ലോയിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ന് നമ്മൾ പല സ്ഥലങ്ങളിൽ നോക്കിയിട്ടുണ്ട്. അത് വി റെഫർ ടു ദ മിനിസ്ട്രി. But ministry is not the government political structure, but it has been designated by various offices across India. And first one is ROC, the ഏറ്റവും MCA lowest level office ആണ് ROC. It is on state level, except 2 state where they have 2 ROC office. ബാക്കി എല്ലായിടത്തും ഓരോ ROC ഓഫീസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എറണാകുളത്താണ് തൃക്കാക്കര, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാക്കനാട് തൃക്കാക്കര. ROC സ്റ്റേറ്റ് ലെവലാണ്. ഇനി സോണൽ ലെവലിൽ ഈസ്റ്റേൺ, വെസ്റ്റേൺ, നോർത്തേൺ, സദേൺ ലെവലിൽ അനദർ ഓഫീസ് ഉണ്ട്. അതിനാണ് നമ്മൾ RD ഓഫീസ്, റീജിയണൽ ഡയറക്ടർ എന്ന് പറയുന്നത്. വി ഓൾ കം അണ്ടർ ദ RD ചെന്നൈ ബിക്കോസ് വി ആർ അണ്ടർ ദ സദേൺ സോൺ. സോ താഴെ ROC, അതിന് മുകളിൽ RD. ഓക്കെ, ദിസ് ഈസ് വേ ഹൗ യു അപ്രോച്ച് ദ MCA. And there is another special authority called OL, Official Liquidator, which looks into the entire winding up process of the companies in India. Which is basically most of the OL offices are attached to the ROC office. ROC ഓഫീസിൻ്റെ കൂടെ തന്നെയാണ് പൊതുവെ OL ഓഫീസ്. ഇപ്പോൾ നമ്മളെ കൊച്ചിയിലാണെങ്കിൽ ഒരു നിലയിൽ ROC ഓഫീസും വേറൊരു നിലയിൽ എന്താണ് OL ഓഫീസും വേറൊരു നിലയിൽ NCL ടീമാണ്. അങ്ങനെയാണ് എല്ലാം ടിപ്പിക്കലി ഒരു ബിൽഡിങ്ങിലായിരിക്കും. സോ ദാറ്റ് എല്ലാവർക്കും വന്ന് ചേരാനായിട്ടുള്ള അതിനുവേണ്ടി.
And next one is Serious Fraud Investigation Office, or SFIO, CFIO എന്ന് വിളിക്കും, which is a dedicated inspection and investigation wing under the MCA, which does investigation into the fraud, scams, all criminal, illegal activities conducted by the company, like Satyam Computer Service. There are a lot of scams happening. All this has been handled by the CFIO, that is a Serious Fraud Investigation Office. The next authority is called NAFRA, National Financial Reporting Authority of India, which we will study in the auditing chapter. NAFRA is a specialized authority which looks into the accounting and auditing profession of India, which looks into the accounting scams and all the quality of the audit firms and misconducts done by the chartered accounts in general. So it is a recently came authority which is comparatively ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു ഇതാണ് NAFRA, NFRA and NAFRA എന്ന് പറയും. And last one is the National Company Law Tribunal, and പണ്ടത്തെ CLBയും നമ്മളൊരിക്കൽ ഡിസ്കസ് ചെയ്താണ് ഇതിനെക്കുറിച്ച്. CLB ഒക്കെ മാറ്റിക്കൊണ്ട് കമ്പനി ലോ കേസസ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, ട്രിബ്യൂണലാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. നൗ വി ഹാവ് എ ബെഞ്ച് ഇൻ കൊച്ചിൻ. ആ കൊച്ചിയിലിരിക്കുന്ന ബെഞ്ചും ROC ഓഫീസും OL ഓഫീസും എല്ലാം ഒറ്റ ബിൽഡിങ്ങിലാണ്, കമ്പനി ലോ ഭവൻ എന്ന് പറയുന്ന ബിൽഡിങ്ങിലായിരിക്കുന്നത്. ആൻഡ് NCLT opens huge opportunity for practicing company secretaries because we are now able to appear before the tribunal. NCLTക്ക് മുകളിൽ അപ്പീൽ പോകുന്ന അതോറിറ്റിയാണ് NCLAT എന്ന് പറയുന്നത്, അഥവാ നാഷണൽ കമ്പനി ലോ അപ്പീൽ ട്രിബ്യൂണൽ. അതിന് മുകളിൽ ഹോണറബിൾ സുപ്രീം കോർട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ROC, RD, OL, CFIO, NAFRA, NCLT. So with this we conclude this session. And ടൈപ്സ് ഓഫ് കമ്പനി എല്ലാവരും ഒന്നുകൂടി നോക്ക്. ഞാൻ പറഞ്ഞു, രാവിലെ നോക്കാൻ പറഞ്ഞതാണ്, സമയമുണ്ടെങ്കിൽ നോക്കി വയ്ക്കുക. നമുക്ക് എവിടെയെങ്കിലും സ്ലോട്ട് കിട്ടുകയാണെങ്കിൽ ഐ വിൽ പുട്ട് സെഷൻ സെപ്പറേറ്റ്ലി ഫോർ ദാറ്റ്. പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, സ്മോൾ കമ്പനി, ഫോറിൻ കമ്പനി, ഗവൺമെൻറ് കമ്പനി. ഈവൻ ദോ നമ്മൾ രാവിലെ പറഞ്ഞു പോയതാണ് എങ്കിലും വേണമെങ്കിൽ ഒന്നിരിക്കാം. ലെറ്റ് മീ സി. സോ ദ നെക്സ്റ്റ് സെഷൻ ഈസ് ഓൺ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ദാറ്റ് വിൽ ഒഫീഷ്യലി എൻഡ് അവർ ബാച്ച്. ആൻഡ് നാളെയാണ്. കുറച്ച് നേരത്തെ ആക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. രാവിലെ എനിക്കൊരു സെഷനുണ്ട്, അതിനുശേഷമാണ്. അപ്പോൾ അത് താമസിക്കനുസരിച്ചാണ് ടൈം ലിമിറ്റ് മാറ്റുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, മാക്സിമം കുറച്ചുകൂടി നേരത്തെ ആക്കി നോക്കാം. എനിവേ നമ്മളൊരു സബോർഡിനേറ്റ് ചാപ്റ്ററാണത്, പക്ഷേ എപ്പോഴും ചോദ്യം ചോദിക്കുന്നതാണ് അക്കൗണ്ട്സും ഓഡിറ്റും. സോ വിത്ത് ദാറ്റ് വി വിൽ എൻഡ് ടുമോറോ ദിസ് ബാച്ച്. കൂടുതലുള്ള ബാച്ച് കഴിഞ്ഞു കേട്ടോ, ഓൾറെഡി തന്നെ ഒരു 3 ദിവസം മുമ്പ് തന്നെ ഒരു ബാച്ച് കഴിഞ്ഞു. സോ വി വിൽ സി. അപ്പോൾ ഈ ലൈബ്രറി എഴുതുന്നുണ്ടോ സൗമ്യ? പാർട്ടിയിൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ അല്ലേ സെക്ഷൻ? ഓക്കെ, പ്ലീസ് കൺക്ലൂഡ് ദാറ്റ്. സോ സ്റ്റുഡൻസ്, ടുഡേയ്സ് ക്ലാസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് നോക്കിയ കാര്യങ്ങളുണ്ടല്ലോ മറ്റേ ചാപ്റ്ററും ഈ ചാപ്റ്ററും. കാരണം പരീക്ഷയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനിഷ്യൽ ചാപ്റ്റേഴ്സിനായിരിക്കും. ഡോക്ട്രിൻസ്, അതുപോലെ മെമ്മറാണ്ടം ആർട്ടിക്കിൾസ്, ഇന്ന് രാവിലെ നോക്കിയ എന്താണ് ടൈപ്സ് ഓഫ് കമ്പനി, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. അതുകൊണ്ട് ഇനിഷ്യലി ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ആൾട്ടർ ഈഗോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും. അതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സ് ഓഫ് ദ കമ്പനി അതിലേതെങ്കിലുമൊക്കെ എടുത്ത് ചോദിക്കുക. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് ഇനിഷ്യൽ ചാപ്റ്റേഴ്സ് യു സ്റ്റഡി വെരി ക്ലിയർ. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ആസ് ഫാർ എസ് ദ ടഫ്നെസ് വിച്ച് വി നമ്മൾ ലോൺ ടു ഡയറക്ടറും അല്ലെങ്കിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല അല്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെ പാർട്ട് എയിൽ പോലും ചാർജും ഡിവിഡൻറ്റും പോസ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ഇതെല്ലാം പെന്നിയാണ് as far as toughness is concerned. So it's very easy to study. So tomorrow we'll have the last session, but I like to have a small session on types of companies also. I don't know whether I will get time. ഞാൻ പറയാം, നോക്കട്ടെ. ഇല്ലെങ്കിൽ I will, if you want, I will record it and of course post in the video. So today's 2 sessions will be uploaded so that it will be very ഒരുപാട് പേര് കാണുന്നുണ്ട് and I am getting many messages. എക്സാം വരെ ഉള്ളൂ. എക്സാം കഴിയുമ്പോൾ നമ്മൾ ആ ലിങ്ക് എടുത്ത് മാറ്റും. Okay, then it's a fresh batch. So thank you so much. Any doubts? Anybody? Sanju, നാളെ ഉണ്ടോ? കുഴപ്പമില്ല, വീഡിയോ കാണും. ഓക്കെ, യെസ്, നാളെ ലാസ്റ്റ് ക്ലാസ് ആയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, ശരി. ഓക്കെ, അജിത്ത്, എനിക്ക് തോന്നുന്നു സൗമ്യ, ഇനി ബാക്കി 2-3 പേര് എല്ലാം പല പല കാര്യങ്ങളോട്ട് എൻഗേജ്ഡ് ആണ് എല്ലാവരും. കാര്യമില്ല, അതിൽ ഇറ്റ്സ് നോട്ട് മാറ്റർ ദാറ്റ് so do one thing. We will have one more session, accounts and audit, and we'll try to complete tomorrow itself. Okay, so any doubts or clarifications you may please. Sir, one doubt, sir. Sure.